മനുഷ്യർ പിന്നീട് കണ്ടെത്തിയ എന്തെങ്കിലും ഒരു കാര്യം ഖുർആനിലുള്ളതായി തെളിയിച്ചാൽ ഇസ്ലാം വിമർശനം നിർത്തുമെന്നും അതുപോലെ തന്നെ ആ പറഞ്ഞത് ഉൾക്കൊള്ളാൻ തയ്യാറാകുമെന്നും ജബ്ബാർ മാഷ് ഒരു വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി കൃത്യമായി എം അക്ബർ സാഹിബ് സ്വീകരിച്ചു. അതിനുശേഷം നടന്ന ഒരുപാട് സംഗതികളുണ്ട്. പുതിയ ചില ആളുകൾ അതിനുവേണ്ടി മുന്നോട്ട് വന്നു. എക്സ് മുസ്ലിംസ് എന്ന പേരിൽ അവരുടെ പല കുറിപ്പുകളും എന്താണ് പറയുന്നതെന്ന് വ്യക്തതയില്ലാത്ത രീതിയിൽ സംവാദ സമയത്തും ശേഷവും ഇന്നും ജബ്ബാർ മാഷ് അടക്കമുള്ളവർ പറയാണ് ആ രീതിയിൽ ആ ഫോർമാറ്റിൽ നടക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ രീതിയിൽ സമയക്രമവും മറ്റുമെല്ലാം അവർ പറഞ്ഞ രീതിയിൽ നീണ്ട വിഷയാവതരണം, പിന്നെ അതിന് വീണ്ടും 1-2 അവസരങ്ങൾ, അങ്ങനെ അവരെന്തൊക്കെ ആവശ്യപ്പെട്ടോ അതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ സംവാദം വിജയകരമായ രീതിയിൽ മുസ്ലിമീങ്ങൾ പൂർത്തിയാക്കി. അതിനെ രേഖീകരിച്ചുകൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്തു. നാസ്തികത ആഴക്കടലിൽ തന്നെ. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് പരിശോധിക്കാൻ കൊടുത്ത യുക്തിവാദി സംഘം പ്രസിഡന്റ് അതിൻ്റെ പ്രകാശന വേദിയിൽ വന്നു. അദ്ദേഹം അതിൽ മാന്യമായി പങ്കെടുത്തു. എന്നാലും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. പകർപ്പവകാശത്തെ സംബന്ധിച്ചായിരുന്നു. വിഷയമാണല്ലോ പ്രധാനം. പകർപ്പവകാശം ലാഭം എടുത്ത വിഷയമേ അല്ല. എന്താണെങ്കിലും അത് കൃത്യമായിട്ട് ഈ സംവാദത്തിന് മുമ്പ് തന്നെ ഈ പരിപാടിയുടെ മുഴുവൻ അവകാശത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ധാരണയിലെത്തിയതാണ് എന്ന കാര്യം അക്ബർ സാഹിബ് അദ്ദേഹത്തെ ഉണർത്തി. പിന്നെ അത് കഴിഞ്ഞപ്പം ഇവർ കാര്യമായിട്ട് പരിശോധിച്ചൊരു കാര്യം ഉസ്മാൻ കോയ സാഹിബ് മരിച്ചോ എന്നുള്ളതാണ്. ഒരു നാസ്തികനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് വിശ്വാസിയായിട്ട് മാറി. ഇത്രയും കാര്യം ഉറപ്പാണ്. അതിനുശേഷം പിന്നെ എന്തായി? അത് സംവാദത്തിൻ്റെ വിഷയമല്ല. അതിൽ കാര്യങ്ങൾ പറയുന്നു പോകുന്നതിൻ്റെ ഇടയിൽ കാര്യം വന്നതാണ്. അപ്പോൾ ബാക്കി വിഷയങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഉസ്മാൻ കോയ മരിച്ചോ ഇല്ലെന്നായി വിഷയം. എന്താണെങ്കിലും ഈ പതിപ്പിൽ അത് കറക്റ്റ് ആ വിഷയം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. നിലവാരമുള്ളൊരു സംഘമാണെങ്കിൽ വിഷയത്തിലാണല്ലോ നിൽക്കേണ്ടത്, വിഷയമാണല്ലോ പറയേണ്ടത്. പൂർണ്ണ തോൽവിയാണെന്ന് ആ സദസ്സിൽ തന്നെ നാസ്തികരെ തെളിയിച്ചു. ഡാർവിനിസത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു വെച്ചു. ഡാർവിനിസത്തെ പറ്റി എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ ഒരാൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അറിയണ്ടേ? പിന്നെ എങ്ങനെയാണ് യുക്തിവാദിയാകുക? അറിയാത്ത കാര്യം അംഗീകരിക്കാൻ പറ്റുമോ? അറിയാത്ത കാര്യം വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവർക്ക് വിശ്വാസി എന്നല്ല പറയാം. പറഞ്ഞ ആളുടെ ആധികാരികത വെച്ചുകൊണ്ട് വിശ്വസിക്കുന്നു. നമ്മൾ അള്ളാഹും റസൂലും പറഞ്ഞതിൽ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസികളാണ്. യുക്തിവാദി എങ്ങനെയാണ് അറിയാത്തൊരു കാര്യം വിശ്വസിക്കാം? അപ്പോൾ അതറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ മുൻവിധിയോടെ പല കാര്യങ്ങളും സ്വീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്ന കാര്യം വളരെ വ്യക്തമാണ്. അതിനുശേഷം പല സ്ഥലങ്ങളിലും അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ തോൽവി സമ്മതിച്ചു. ഉമ്രു വെട്ടിക്കാട് എന്ന് പറയുന്നൊരു വയോധികൻ്റെ വീട്ടിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെന്നു. ഓരോ ഇൻ്റർവ്യൂവിലും ഞാൻ തോറ്റില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ, അതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഹെഡിങ്. അവിടെ പോയിട്ട് ചോദിക്കുകയാണ്, ഉഷാറായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ എഴുന്നേറ്റെന്ന് കൈയടിച്ചു. നിങ്ങൾ കടലിനുള്ളിൽ മേഘമുണ്ടോ എന്ന് ചോദിച്ചപ്പം കടലിനുള്ളിൽ മേഘമുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. മേഘത്തെപ്പറ്റി പറഞ്ഞതാണ് ആ വിഷയത്തിൽ വേറെ വ്യാഖ്യാനങ്ങൾക്ക് പഴുതില്ലാതാക്കിയത്. കാരണം തിരമാല, അതിനു മുകളിൽ തിരമാല, അതിനു മുകളിൽ മേഘം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്നിന് പുറകെ ഒന്ന് എന്ന ഒരു വ്യാഖ്യാനത്തിന് പഴുത് വന്നേനെ. അപ്പോൾ എന്താണെങ്കിലും പുറകിൽ മേഘം വരുന്നില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, തൊട്ട് മുകളിലാണോ എന്ന ചോദ്യവും വന്നേനെ. മേഘം എന്തായാലും തൊട്ട് മുകളിലല്ലല്ലോ. പിന്നെ ഇവർക്ക് കൈ പുറത്തേക്കെടുത്താൽ, സാധാരണ ഒരു അറബി ഭാഷ അറിയാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അവിടെ ആ മേഘത്തെക്കുറിച്ചുള്ള പരാമർശമാണ് 2 തിരമാലകളെക്കുറിച്ച് പറഞ്ഞത് കൃത്യമായ വ്യാഖ്യാനത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം മേഘത്തെക്കുറിച്ചുള്ള പരാമർശം ഉള്ളതുകൊണ്ട് ഒന്നിന് പുറകെ ഒന്നല്ല. ഒന്നിന് പുറകെ ഒന്നാണെങ്കിൽ തിരമാലക്ക് പുറകെ തിരമാല, അതിൻ്റെ പുറകെ അടുത്ത തിരമാല, പിന്നെ തിരമാല. എവിടെ മേഘം? എവിടെ? മുകളിൽ ഒരു തിരമാലക്ക് മുകളിൽ അടുത്ത തിരമാല, അതിന് മുകളിൽ മേഘം എന്ന് പറഞ്ഞപ്പം വളരെ കൃത്യമായിട്ട് കടലിൽ ഒരു തിരമാല, അതിൻ്റെ ഉപരിതലത്തിൽ വേറെ തിരമാല, അതിനേക്കാൾ മുകളിലായി മേഘം. ഈ അന്ധകാരത്തെക്കുറിച്ചുള്ള വിവരണമാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അപ്പം ഉമ്രു വെട്ടിക്കാട് ഒരു കണ്ടെത്തൽ നടത്തി. അദ്ദേഹം പറയാണ്, ആന്തരിക തിരമാലക്ക് മൗജെന്ന് പറയേയില്ല.
അതിനെ തയ്യാറെന്നാണ് പറയാം, കരണ്ട് എന്നാണ് പറയാമെന്നാണ്. ജബ്ബാർ പറഞ്ഞ കാര്യമാണ് പല പ്രാവശ്യം. അക്ബർ പറയുന്ന ശാസ്ത്രമൊക്കെ ഉള്ളതാണ്. അത് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ലോകം മുഴുവനും ഇൻറ്റേർണൽ വേവ് എന്ന് പറയുമ്പം ഈ ഉമ്രു വെട്ടിക്കാട് ആരാണ് ഇതിനെ മൗജെന്ന് പറയൂല, തയ്യാറെന്നേ പറയൂ എന്ന് പറയുന്ന ഇയാൾ ഭാഷ നിർമ്മിക്കുന്ന ആളാണോ? അപ്പോൾ ഇനി നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് സഹായകമാകും. അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ജബ്ബാർ പറഞ്ഞതിൽ നിന്നും നന്നായി പെർഫോം ചെയ്തില്ലെന്നും അറബി കാര്യമായി അറിയില്ലെന്നും ജബ്ബാർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നും പുതിയൊരു എടുത്തിട്ടുണ്ട്. അതായത് വേണ്ട രീതിയിലെല്ലാം സംവാദം നടന്ന് ഇനിയും അദ്ദേഹത്തിന് വരാം. ഇടയിൽ പറയുന്നത് കേട്ടു, മിഷണറിമാർ കൃത്യമായിട്ട് ഇസ്ലാമിനെ തുറന്നു കാട്ടിയിട്ടുണ്ടെന്ന്. നിങ്ങൾ ഉമ്രു വെട്ടിക്കാടിനെയും കൂടെ കൂട്ടൂ, മിഷണറിമാരെയും കൂടെ കൂട്ടിക്കോളൂ. നിങ്ങൾ എന്തുകൊണ്ട് അവരൊന്നും വേദിയിൽ കൂട്ടിയില്ല? മിഷണറിമാർ പറയാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒന്ന് രണ്ട് വഴികളിൽ ഒന്ന് നിരീശ്വരവാദം പ്രചരിപ്പിക്കലാണെന്ന്. എത്ര അവിശുദ്ധമായ കൂട്ടുകെട്ടാണിത്! അതായത് ഇസ്ലാമിന് എന്തെങ്കിലും പറയാം, അതല്ലാതെ ഒരു അജണ്ടയും ഇല്ല എന്ന് ഇവർ തന്നെ സമ്മതിക്കുകയാണ്. ഇവർക്ക് എന്തിനാണ് മിഷണറിമാരുടെ വക്കാലത്ത്? എന്തിനാണ് മിഷണറിമാർക്ക് എന്താണ് നിരീശ്വരവാദത്തിൻ്റെ ആവശ്യമുള്ളത്? അപ്പം എന്താണെങ്കിലും ഖുർആനിൽ പറഞ്ഞതുപോലെ സന്മാർഗം കിട്ടിയവൻ കൃത്യമായ വഴിയിലൂടെ നടക്കുന്നു, സന്മാർഗമില്ലാത്തവരാകട്ടെ ഭൂമിയിൽ മുഖം കുത്തിയവരെ പോലെ നടക്കുന്നു. ഞാനിപ്പോൾ അടുത്തുള്ള ഒന്ന് രണ്ട് സംഭവ വികാസങ്ങൾ മാത്രം പറയാം, സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ അധ്യക്ഷൻ്റെ ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ വഴി അറിയാതെയുള്ള ജീവിതത്തെ പറ്റി പറയാം. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, അവരെ പറ്റിയല്ല. എന്നാൽ ഇസ്ലാം വിരോധികളായിട്ടുള്ള പലരും അവരുടെ കൂട്ടത്തിലുണ്ട്, അവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരു പെൺകുട്ടിനോട് ചോദിക്കുകയാണ്, എപ്പോഴും മുസ്ലിം പെൺകുട്ടികളാണ് ഇവരുടെ പോസ്റ്റുകളിൽ ഉണ്ടാവുക, ഒന്നുകിൽ തട്ട ഉണ്ടാകും അല്ലെങ്കിൽ മുസ്ലിം വാക്കുകൾ ഉണ്ടാകും. മോൾ ഒരു ഹിന്ദു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ നിൻ്റെ ഉപ്പ സമ്മതിക്കുമെന്ന്. വിപ്ലവകാരിയായ പെൺകുട്ടി പറയാണ്, എൻ്റെ ഉപ്പ സമ്മതിക്കും, എൻ്റെ ഉപ്പ ഒരു കമ്മ്യൂണിസ്റ്റാണ്. എന്ത് തോൽവിയാണിത്! കമ്മ്യൂണിസ്റ്റ് പെൺകുട്ടിക്ക് എന്തിനാ ഉപ്പാൻ്റെ സമ്മതം? പെൺകുട്ടിക്ക് ഉപ്പാൻ്റെ സമ്മതം വേണോ ആരെങ്കിലും കല്യാണം കഴിക്കാൻ? വിപ്ലവകാരിയായ ഉപ്പ എന്താ പറയേണ്ടത്? മകളെ എന്നോട് എന്തിനു ചോദിക്കുന്നു? ഇതല്ലേ ചോദിക്കേണ്ടത്. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഇവരുടെ അതിൻ്റെ പേജിൽ ഇസ്ലാമിനെ ട്രോളാൻ വേണ്ടി ഇവർ കൊടുത്ത സെൽഫ് ട്രോളാണിത്. ഇപ്പോഴും ഇവരുടെ വീട്ടിൽ വലിയൊക്കെ ഉണ്ടെന്ന് അർത്ഥം, മനസ്സിലായി? ഇവരുടെ നിക്കാഹൊക്കെ വലിയൻ്റെ ഷർത്തോടെയാണ് നടക്കുന്നതെന്ന് അർത്ഥം. മോളെ ഒരു ഹിന്ദു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പപ്പ സമ്മതിക്കോ ഡാഡി സമ്മതിക്കോ എന്നല്ല, ഉപ്പ സമ്മതിക്കോ എന്ന്. അപ്പോൾ എന്താ പറയേണ്ടത്? ഉപ്പാനോട് എന്തിനു ചോദിക്കുന്നു എന്നല്ലേ വിപ്ലവകാരി പെൺകുട്ടി പറയേണ്ടിയിരുന്നത്? എൻ്റെ ഉപ്പ സമ്മതിക്കും, എൻ്റെ ഉപ്പ കമ്മ്യൂണിസ്റ്റാണ്. ഇങ്ങനത്തെ തോൽവി പോസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് കാര്യത്തിലേക്ക് വരാം. ഇതുപോലെ ഒരുപാട് സംഗതികൾ. ഏറ്റവും രസകരമായൊരു സംഗതി, മുഴുവൻ ലിബറലുകളെയും ഇടതുപക്ഷക്കാരെയും അതുപോലെ തന്നെ യുക്തിവാദികളെല്ലാം കൂടെ നമ്മുടെ ക്ലബ് ഹൗസിലെ ലിബറൽ പെൺകുട്ടികൾ കോഴികൾ എന്ന് വിളിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൺസെൻറ്റും മലയാളം പെൺകുട്ടികളും മലയാളി പെൺകുട്ടികളും എന്ന് പറഞ്ഞിട്ട് 3 വീഡിയോ ഉണ്ട്. ഒരുപാട് അനുഭവങ്ങൾ. ഇവർ പറയാണ് കൺസെൻറ്റ് മതി. ഈ കൺസെൻറ്റ് എവിടെ തൊട്ടിട്ടാണ് കിട്ടുകയെന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ കൺസെൻറ്റ് വാങ്ങുക? ഇത് വില്ലേജ് ഓഫീസിൽ നിന്നാണോ വാങ്ങുക? ഇത് എങ്ങനെ ചോദിക്കും? എവിടെ നിന്ന് കിട്ടും? അപ്പോൾ പലരും പോയി പല സ്ഥലത്തും തൊട്ട് വെക്കാണ് കൺസെൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ. പെൺകുട്ടികൾ അവർക്ക് വയലേറ്റഡ് ആയിട്ടൊരു ഫീൽ ചെയ്യാണ്. എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? എല്ലാത്തിനെയും സെക്ഷലൈസ് ചെയ്യുകയാണല്ലോ. നമ്മുടെ മേഖലയിൽ ലിബറലിസം പറയുന്നവരൊക്കെ മുഴുവനും കോഴികളാണല്ലോ. ഞാനല്ല കേട്ടോ പറയുന്നത്, ക്ലിയറായിട്ടുള്ള വാക്കുകളാണ്. ഒരുപാട് അനുഭവങ്ങൾ. അവിടെ പിടിച്ചു, ഒരാൾ കയറി ചുംബിച്ചു. അപ്പോൾ അത് എങ്ങനെ അയാൾ ചെയ്യുമെന്ന് ചോദിച്ചപ്പം ബാക്കിയുള്ളവർ പറയാണ്, അതിനെന്താ കുഴപ്പം? സെക്ഷുവലി ലിബറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പെൺകുട്ടികളെ വെറുമൊരു ഭോഗവസ്തുവാക്കി മാറ്റാണ്. സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് സ്ത്രീയിലേക്ക് എത്താൻ ഇവർക്കുള്ള സ്വാതന്ത്ര്യം. മനസ്സിലായില്ലേ? അതല്ലാതെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അതിനെ ഹനിച്ചുകൊണ്ട് ഇവർക്ക് എങ്ങനെ അവിടത്തേക്ക് എത്താം? അങ്ങനെ എന്ത് പറഞ്ഞാലും ഇവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. പെൺകുട്ടികൾ, യുക്തിവാദി പെൺകുട്ടികൾ പരാതി പറയണം. ഇവർ മറുപടി പറയണതിന് ഇവരെ കോഴികളെന്നാണ് വിളിച്ചത്. ഒരാളോട് പറഞ്ഞത്രേ, കോഴിക്കോട് KLF ഫെസ്റ്റിന് വരുമല്ലോ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലഡു പൊട്ടി ഇത് കേട്ടപ്പോഴേക്ക്. ഈ പെൺകുട്ടി ഉദ്ദേശിച്ചത് അവിടെ വന്ന് പ്രസംഗമൊക്കെ കേട്ട് പോകുന്നതാണ്. ഇയാൾ വേറെ അർത്ഥത്തിലാണ് കരുതിയത്. പരിപാടിക്ക് വന്നിട്ട് അയാൾ തിരിച്ചു വിളിക്കുകയാണ് ഈ പെൺകുട്ടിനെ. ഞാൻ ഇന്ന ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, നീ വിളിച്ചിട്ടാ വന്നത്. അയാൾ ഞാനെന്ത് വിളിച്ചു?
ഞാൻ പരിപാടിക്ക് വിളിച്ച പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതാണ് ഇവർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ, പരമ്പരകളുണ്ട്. ഇത് ഏതെങ്കിലും ഞാൻ പറയുന്നത് ഏതെങ്കിലും ആഭാസ ചർച്ചകളല്ല, ഇവരുടെ ഏതെങ്കിലും ക്രീഡകൾ വിവരിക്കുന്നതല്ല, മറിച്ച് ദുരനുഭവങ്ങൾ, ഇവർക്കെതിരെ നടന്ന വയലേഷനായിട്ട് പരസ്യമായിട്ട് പറഞ്ഞ സംഭവങ്ങൾ. അവസാനം പറഞ്ഞൊരു കാര്യം, KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്, അതുപോലെ തന്നെ IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, ഇവിടെയൊക്കെ നടക്കുന്ന സെക്ഷുവൽ വയലേഷൻ, കൺസെൻറ്റ് വയലേഷനെ പറ്റി പുസ്തകം എഴുതാൻ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പുസ്തകം എഴുതാൻ തന്നെ ഉണ്ട്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ച നടന്നു. അവിടെ ഒരു നടി പറയാണ്, നേരത്തെ വന്നിട്ടുണ്ട് കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്നുള്ള വിഷയം. എന്താണ് കാസ്റ്റിംഗ് കോച്ച്? ബലാത്സംഗം, മനസ്സിലായില്ലേ? അതിൻ്റെ പരിഷ്കാരികൾക്ക് വേണ്ടി പരിഷ്കരിച്ച പേര്. അവസരം കൊടുക്കാമെന്ന് പറഞ്ഞോ, ഭീഷണിപ്പെടുത്തിയോ, പ്രലോഭിപ്പിച്ചോ, കൺസെൻറ്റ് വാങ്ങുന്നതിന് ലീഗലി റേപ്പ് എന്നാ പറയാം, ബലാത്സംഗം എന്നാ പറയാം. അതിന് നിങ്ങൾ പരിഷ്കരിച്ച് ഏത് പേരിട്ട് വിളിച്ചാലും ശരി. അപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ബലാത്സംഗം നിലനിൽക്കുന്നു എന്ന് എത്രയോ നടികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ നടന്ന ചർച്ചയിൽ പറയാണ്, ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് ഡയറക്ടർമാരും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അതേപോലെ എക്സിക്യൂട്ടീവുകളും പലരും ഇതിനു വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെന്ന്. എന്നാൽ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നതിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലായില്ലേ? അവർ പറയും, ഇന്ന ആൾ ഇന്ന റൂമിലുണ്ട്, നിങ്ങൾ അവരെ പോയി കാണണം, ഇത്ര മണിക്ക് കാണണം, ഇത്ര സമയത്ത് കാണണം, പോകുമ്പോൾ ഒറ്റയ്ക്കേ പോകാവൂ എന്ന്. ഇതിൻ്റെ പേരെന്താണ്? അങ്ങനെ ഭയപ്പെടുത്തിയും, നിങ്ങളെ വീട്ടിലേക്കുള്ള വഴി നമുക്കറിയാം, നിങ്ങൾ അവസരം മുടക്കാൻ നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തിയും ഫെസിലിറ്റേറ്റ് ചെയ്തും, അഥവാ സൗകര്യം ബാക്കിയുള്ളവരൊരുക്കിയും അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ ലൈംഗിക അരാജകത്വം, പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയുള്ള ചൂഷണങ്ങൾ ഇവിടെ ഫെസ്റ്റിലെല്ലാം, ഇവിടെ വരുന്ന ഫിലിം ഇൻഡസ്ട്രിയിലടക്കം നിലനിൽക്കുന്നു എന്ന് പെൺകുട്ടികളെ വിളിച്ചു പറഞ്ഞത്. അപ്പോഴും ഇവർ വീണ്ടും ക്യാമ്പസുകളിൽ മുസ്ലിമുകൾക്ക് പുറകിലുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്താണ്? ആരുണ്ടാക്കി ഈ കപട സദാചാരം? ഒരു പെൺകുട്ടി, തട്ടുകെട്ട പെൺകുട്ടിൻ്റെ അടുത്ത് വന്ന് ഒരാൾ വന്ന് കൈപിടിക്കുന്നു, കപട സദാചാരത്തെ പൊട്ടിച്ചെറിയുക. ഈ വരയൊക്കെ ആര് വരച്ചു? വീട്ടിൽ പോയി ചോദിച്ചോ ആരാ വരച്ചത്? നിങ്ങളെ വീട്ടിലില്ലേ വര? അമ്മയെ പോലെയാണോ ഭാര്യനെ കാണുന്നത്? ഭാര്യനെ പോലെയാണോ അമ്മയെ കാണുന്നത്? പെങ്ങളെയും ഭാര്യയും ഒരുപോലെയാണോ കാണുന്നത്? അവിടെ പോയി ചോദിക്കുക, ഈ കപട സദാചാരം പൊട്ടിച്ചെറിയോ? ഈ വരകളൊക്കെ ആര് വരച്ചു? അമ്മ പറഞ്ഞുതരും ആരാ വരച്ചെന്നുള്ളത്. ആരാ വരച്ചെന്ന് അവർ പറഞ്ഞുതരും. അപ്പോൾ വീട്ടിലേക്ക് ഇവർക്കെല്ലാം വേണം. ഇവരുടെ നേതാക്കളുടെ കുടുംബത്തിൽ നല്ല സുരക്ഷിതമായ കുടുംബജീവിതമൊക്കെ വേണം. നല്ല ക്യാമ്പസുകളിൽ വരുന്ന തലമുറ വഴിതെറ്റിപ്പോട്ടെ. അപ്പോൾ അവരെന്ത് ചെയ്യും? വേണ്ട വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാതാകും. അതാണ് ഇവരുടെ ലക്ഷ്യം. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു, ഒന്നിലും ഈ ഇസ്ലാം വിമർശകർക്ക് ശ്രദ്ധയില്ല. ഈ പറയുന്ന ഇസ്ലാം വിരോധികളായിട്ടുള്ള യുക്തിവാദികളിൽ നല്ല ബുദ്ധിജീവികളുണ്ട്. അവർ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇസ്ലാം വിമർശനവും നടത്തുന്നുണ്ട്. അത് കേൾക്കാനൊരു അതിനൊരു അക്കാഡമിക് നിലവാരമുണ്ട്. അതല്ലാതെയുള്ള ഈ എക്സ് മുസ്ലിംസും അതുപോലെ തന്നെ ഈ ഇപ്പം വന്നിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകളും അതുപോലുള്ള ഇസ്ലാം വിരോധികളും ഇവർക്കൊരു വിഷയമില്ല. ഇടതുപക്ഷ മാസികകളിൽ, പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പം അതിനെപ്പറ്റി ഒരു ചർച്ച പോലും ഇവരുടെ ക്ലബ് ഹൗസ് വേദികളിലോ അല്ലെങ്കിൽ ഇവരുടെ പേജുകളിലോ നടക്കുന്നില്ല എന്ന് പറയുമ്പം ഒരു വിഷയവും ഇവർക്കില്ലെന്നർത്ഥം. ഒന്നുമില്ല. നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയാം, ഒച്ചപ്പാടുണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ശരി, ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ആദർശത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഈ യുദ്ധം ഉറപ്പായിട്ട് മുസ്ലിമീങ്ങൾ ജയിക്കും. കാരണം നിങ്ങളുള്ളത് ചതിയിലാണ്, വഞ്ചനയിലാണെന്ന് കൂട്ടത്തിലുള്ളവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ഇവരുടെ ഈ അനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, എടുത്ത് ചാടി, സ്വിമ്മിംഗ് പൂളാണെന്ന് കരുതി എടുത്ത് ചാടിയപ്പം വീണപ്പോൾ അറിഞ്ഞത് സെപ്റ്റിക് ടാങ്കാണെന്ന്. പുറത്തുള്ള ഡിസൈനൊക്കെ സ്വിമ്മിംഗ് പൂളിൻ്റെയാണ്, ഉള്ളിൽ കൺസെൻറ്റ്, ലിബറലിസം എന്നൊക്കെ കേട്ട് പോയപ്പം നോക്കുമ്പം ഫെസ്റ്റിനേക്കാൾ വലുതാണ് രാത്രിയുള്ള വിളികൾ. ഹലോ എന്ന് വിളിച്ചിട്ട് നേരെ ഇത് ചോദിക്കുന്നതാണ് ഒരു വീര ശിരോമണി സങ്കടത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അവസ്ഥയിൽ നിന്നും അള്ളാഹു മുസ്ലിം പെൺകുട്ടികളെ കാത്തിരക്ഷിച്ചു. അതുകൊണ്ടാണ് ഇവർക്ക് ഇസ്ലാമിനോട് ഇത്ര ദേഷ്യം. ലോകത്തൊരൊറ്റ സംസ്കാരമേ ഇതിനോട് വിസമ്മതം പറയുന്നുള്ളൂ. 100% വിസമ്മതം. നിങ്ങൾക്കൊരു വിരൽ പോലും വെക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അസംബന്ധമായ ഒരു വാക്ക് പോലും ചോദിക്കാൻ കഴിയില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയോട് നിങ്ങൾ ഇതുപോലത്തെ ഒരക്ഷരം പറഞ്ഞു നോക്ക്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്ക്. അതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ഇസ്ലാം വിരോധം, വേറെ ഒരു കാര്യത്തിനുമല്ല.
മനുഷ്യർക്ക് ഗുണകരമായ എന്തെങ്കിലും കാര്യം ഇസ്ലാം നീക്കിയതിൻ്റെ പേരിലല്ല, മറിച്ച് ഇവരുടെ അരാജകത്വത്തെ ഇസ്ലാം തടയുന്നു. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഏറ്റുമുട്ടലിൽ, ഈ സാംസ്കാരികമായ സംഘടനത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ് ഈ 1-ാം വാർഷികത്തിൽ ഇവിടെ നടക്കുന്നത്. അടുത്ത തലമുറ ഈ സംവാദത്തെ, ഈ ചർച്ചകളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നു. അള്ളാഹു ഇതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇന്നത്തെ കൊറോണയും പിന്നെ ഒമിക്രോണും മറ്റു പല സാഹചര്യങ്ങളും കാരണം ഓൺലൈനാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വേദി. അപ്പോൾ ഇവിടെ ഇതേ വേദിയിൽ തന്നെ നമ്മൾ കൂടി ഓൺലൈനിൽ വീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു തആല ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്കുള്ള പ്രവർത്തനമായിട്ട്, ഒരു പരിപാടിയായി അവസാനിപ്പിക്കാതെ ഒരു പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുവന്യനായ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവരെ ക്ഷണിച്ചു. സ്ത്രീകൾക്ക് സ്ഥാനമുണ്ട്. സ്ത്രീകൾക്ക് വളരെ മഹത്തുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആദരവും ബഹുമാനമൊക്കെ നൽകിയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അവരുടെ നിരീശ്വരവാദം കടന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അതിലൊക്കെ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ, ഇസ്ലാമിനെ പ്രതി ചേർത്തുകൊണ്ട് നിർത്തിക്കൊണ്ട് ഇന്നെല്ലാ രീതിയിലും നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നതാണ്, നിങ്ങൾ കാണുന്നതാണ്, വാർത്താ മാധ്യമങ്ങളൊക്കെ കേൾക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരീശ്വരവാദം എന്നും നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ്. അതിനെതിരെ നിരുത്സാഹപ്പെടുത്തണമെങ്കിൽ, അതിനെതിരെ പ്രതിപാദിക്കണമെങ്കിൽ അല്ലെങ്കിൽ സംവദിക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. ഖുർആനാണ് അത് ആയുധം. ഖുർആനും ഹദീസും ഉണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. സോക്കോൾഡ് യുക്തിവാദത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നടത്തിയ ഒരു വെല്ലുവിളി അക്ബർ സാഹിബ് ഏറ്റെടുത്തപ്പോൾ ഒരുപക്ഷെ അത്യപൂർവമായി മാത്രം ചരിത്രത്തിൽ കാണുന്ന ഒരു കാര്യം സംഭവിച്ചതാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ മാഷിൻ്റെ വെല്ലുവിളി അത്ര ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട് പരിഗണിച്ചിരുന്നില്ല. കാരണം അതിൽ യഥാർത്ഥത്തിൽ വലിയ അർത്ഥമില്ല. കാരണം ഖുർആൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ധാർമ്മികമായ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയും മാർഗദർശനവും മാനദണ്ഡവുമാണ്. അങ്ങനെ ഒന്നിൻ്റെ സത്യത തെളിയിക്കാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് ശാസ്ത്രം പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ പ്രവചിക്കണം എന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അബദ്ധം തന്നെയാണ്. ശാസ്ത്രവാദത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജബ്ബാർ മാഷ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് പല വൈജ്ഞാനിക മേഖലകളിലുമുള്ളവർക്കും ഇതേ വെല്ലുവിളി നടത്താം. സാമ്പത്തിക ശാസ്ത്രരംഗത്തോ അല്ലെങ്കിൽ അർത്ഥശാസ്ത്ര രംഗത്തോ ഒക്കെ ഉള്ള ഒരാൾ പറയുകയാണ് നിയോ കൊളോണിയലിസത്തെക്കുറിച്ചും ഗ്ലോബലൈസേഷനെക്കുറിച്ചും ഒക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും, ഷഹാദത്ത് കലിമ ചൊല്ലും എന്ന വാദത്തിന് യഥാർത്ഥത്തിൽ ഒരു പ്രസക്തിയില്ല. പക്ഷെ അതേസമയം ദൃഢമായ ബോധ്യത്തോടു കൂടിയും ബോധത്തോടു കൂടിയും അക്ബർ സാഹിബ് അത് ഏറ്റെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ അത് ഏറ്റെടുത്തത് കേരളത്തിലെ മുസ്ലിം സമൂഹം ഏതാണ്ട് മൊത്തമാണ് എന്നുള്ളതായിരുന്നു വളരെ ആനന്ദമുണ്ടാക്കിയ ഒരു സവിശേഷത എന്ന് പറയുന്നു. ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, കേരളത്തിൽ ഒരുപക്ഷെ പരസ്പരം പല കാര്യത്തിലും വിമർശിക്കുകയും കടിച്ചു കീറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ അക്ബർ സാഹിബിന് വേണ്ടി പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ചക്കും. അതുകൊണ്ട് ഞാൻ പറയാം, വളരെ അപൂർവമായ ഒരു സംഭവത്തിന് കേരളത്തിലെ മുസ്ലിം ലോകം സാക്ഷിയായി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ നടന്ന സംവാദത്തെക്കാളും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായും പ്രധാനമായും തോന്നിയത് അതാണ്. അപ്പോൾ അതിന് ഒരു നിമിത്തമായി തീരാൻ അക്ബർ സാഹിബിന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തിന്, ആർജവത്തിന് സാധിച്ചു എന്നുള്ളതാണ് ആ സംവാദത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സവിശേഷത. അങ്ങനെ ഒരു ഐക്യം, ഒരു മാനസികമായ പൊരുത്തം. ചില അപശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാവാം, എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സംവാദത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തിപരമായി വേറിട്ട വീക്ഷണമുണ്ട്. പക്ഷെ അതല്ല അവിടെ പ്രസക്തം. ഒരു വിഷയമുണ്ടെങ്കിൽ വീക്ഷണങ്ങൾ പലതും ഉണ്ടാവും, അത് വസ്തുതയാണ്. പണ്ട് കുട്ടികൃഷ്ണമാരാർ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതിനോട് 100% നിങ്ങൾ ആരെങ്കിലും യോജിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞതിനോട് ഞാൻ സംശയിക്കണം എന്നാണ്. കാരണം മനുഷ്യൻ്റെ ഒരു മനസ്സ് ധിഷണ എന്നൊക്കെ പറയുന്നത് അതാണ്. ഞാൻ പറയുന്നത് 100% ശരിയാണെന്ന് നിങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചാൽ പിന്നെ ഞാൻ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞതിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ. അപ്പോൾ ഒരേ വിഷയത്തെ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ സമീപിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യും. അത് വളരെ സ്വാഭാവികമാണ്.
അതേസമയം ഈ വിഷയത്തിൽ, ഈ ഒരു സംവാദം എന്ന് പറയുന്നൊരു വിഷയത്തിൽ ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ മുസ്ലിങ്ങൾ അക്ബർ സാഹിബിന് വേണ്ടി നിലകൊണ്ടു എന്നത്, ഒപ്പം അതിന് നിമിത്തമായി തീർന്നു എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അള്ളാഹു ഖൈറും ബർക്കത്തും ഒക്കെ ഇനിയും ചൊരിയുമാറാകട്ടെ. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ജ്ഞാനാന്വേഷികളാണ്, അങ്ങനെ ആവേണ്ടവരുമാണ്. അപ്പോൾ കൂടുതൽ അന്വേഷണം, അതിലൂടെ ഉറച്ചു കിട്ടുന്ന ഈമാനും ഹിദായത്തും, ഇത് നമുക്കൊക്കെയും കരഗതമാകുവാനുള്ള തുണ പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. സംവാദം എന്ന് പറയുന്നത്, ഇസ്ലാം ഉണ്ടായ കാലമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സങ്കല്പവും ഖുർആൻ്റെ പാഠവും അനുസരിച്ച് അത് മനുഷ്യാരംഭം തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് മാറിയാൽ ചരിത്രത്തിലെ ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു എന്ന് സാധാരണഗതിയിൽ ചരിത്രകാരന്മാർ പറയുന്ന ഇസ്ലാം, ഇതിൻ്റെ ആരംഭം മുതൽക്ക് തന്നെയും സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിശാസ്ത്രവും ഖുർആൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നും കാണാം. ഏറ്റവും പ്രധാനം അതിലുള്ള അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ കൂട്ടത്തിൽ അനുസ്മരിക്കുന്നു എന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനം, ഇസ്ലാമിൻ്റെ ഏതൊരു കർമ്മവും അർത്ഥവത്താക്കി തീർക്കുന്നത് അതിൻ്റെ ഒരു നിയ്യത്താണ് എന്ന് പറയാറുണ്ട്. സാധാരണഗതിയിൽ ഇസ്ലാമിക സംവാദകരെ സംബന്ധിച്ചിടത്തോളം വൈയക്തികമായ ഒരു മേൽക്കോയ്മ, അദ്ദേഹത്തിൻ്റെ ഈഗോയുടെ ഒരു വിജയം, അതിപ്പോൾ ഞാനാണ് പങ്കെടുക്കുന്നതെങ്കിലും ഒരാളുമായിട്ട് സംവദിക്കാൻ പുറപ്പെടുമ്പോൾ ആ ആളിൻ്റെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ പുറപ്പെടാറില്ല. അത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു ഗുണകാംക്ഷയും കൂടിയാണ്. ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. മാത്രവുമല്ല, എൻ്റെ ഈഗോ അല്ലെങ്കിൽ എൻ്റെ വൈയക്തികമായിട്ടുള്ള അന്തസ്സ് എത്രത്തോളം തകരുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഏത് കാര്യത്തിലാണെങ്കിലും ആ ഒരു നിയ്യത്ത് എന്ന് പറയുന്നത്, അതിനോടുള്ളൊരു ജാഗ്രത സഹാബാക്കളുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സന്ദർഭങ്ങളിൽ പോലും കാണാൻ നമുക്ക് സാധിക്കുമല്ലോ. വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ കാണാറുള്ള ഒരു സംഭവം സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്ന്, യുദ്ധസന്ദർഭത്തിൽ എതിരാളിയുടെ നേരെ അലി റളിയല്ലാഹു അൻഹു വാളുയർത്തിയപ്പോൾ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ തുപ്പൽ മുഖത്ത് പതിച്ചപ്പോൾ ആ തുപ്പലങ്ങ് തുടച്ചിട്ട് അയാളെ വെറുതെ വിടുകയാണ് അലി റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റേയാളെ സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെടുത്തി. എന്താ കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ, നീ എൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ നിന്നോട് എനിക്ക് ദേഷ്യം വന്നു. നിന്നോട് വ്യക്തിപരമായിട്ട് ദേഷ്യം വന്നാൽ ഞാൻ നിന്നെ കൊന്നുവിടാം. കാരണം നിന്നെ ഞാൻ കൊല്ലുന്നത് നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടൊന്നല്ല. നമ്മൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധമാണ്, സന്മാർഗത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് എൻ്റെ നിയ്യത്ത് അതുമായി ബന്ധപ്പെട്ട എൻ്റെ വിശ്വാസത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വ്യതിയാനം, എനിക്ക് വ്യക്തിപരമായിട്ട് നിന്നോട് ദേഷ്യം വന്നത്, ആ സന്ദർഭത്തിൽ നിന്നെ ഞാൻ വധിച്ചിരുന്നെങ്കിൽ എൻ്റെ ഓരോ പ്രവർത്തനവും രേഖപ്പെടുത്തുന്ന പടച്ചതമ്പുരാൻ ഈ സംഗതി നീ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്താ മറുപടി പറയാ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നതോടുകൂടി മറ്റേയാൾ ആ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ മുന്നിൽ, അലിയുടെ ആ ഒരു വാദത്തിന് മുന്നിലാണ് മറ്റേയാൾ നിസ്സഹായനായി പോയത്, അല്ലാതെ അലിയുടെ വാളിന് മുമ്പിലായിരുന്നില്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നിയ്യത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ സംവാദത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം, വളരെ കൃത്യമായിട്ട്, ഇപ്പോൾ സാധാരണ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള, അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുള്ള, ഞാൻ ആക്ഷേപിക്കാൻ പറയല്ല, അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒന്നാമത് സംവാദം ഒരു വല്ലാത്തൊരു ആഘോഷമാണ്. അത് എന്നെ 1-2 തവണ വലിയ പരിപാടികൾക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കോഴിപ്പോരിനാണെങ്കിൽ ഞാനില്ല. കൃത്യമായിട്ട് അവരോട് ആദ്യമേ പറഞ്ഞു. സംഘാടകർ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കോഴിപ്പോരിനാണെങ്കിൽ ഞാനില്ല, എനിക്ക് താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളിൽ നിന്നറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് എന്നിൽ നിന്നറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ ഒരു പരസ്പര വിനിമയമാണ് പ്രധാനമായും സംവാദത്തിൽ നടക്കേണ്ടത്. അല്ലെങ്കിലും ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതൊക്കെ കേവലം അവകാശവാദങ്ങളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പോൾ ഞാനും ജബ്ബാർ മാഷും തമ്മിലുള്ള സംവാദത്തിന് ശേഷവും അത്തരം അവകാശവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്ബർ സാഹിബും ജബ്ബാർ മാഷും തമ്മിലുള്ള സംവാദത്തിന് ശേഷവും അത്തരം അവകാശവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ കൂട്ടരും പറയാണ്. ചരിത്രത്തിൽ എല്ലാ സംവാദങ്ങളിലും അതുണ്ടായിട്ടുണ്ട്, ഓരോ വിഷയത്തിലും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫാദർ കോപ്ലസ്റ്റനും ബെർട്രൻഡ് റസലും തമ്മിൽ സംവാദം നടന്നു, തിയോളജിക്കലാണ്.
കോപ്ലസ്റ്റൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ തത്വശാസ്ത്രപരമായിട്ട് ദൈവാസ്തിക്യം തെളിയിക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, മനുഷ്യൻ്റെ എത്തിക്സ്, ധാർമ്മികതക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ ദൈവസാമീപ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ദൈവാസ്തിക്യം എന്ന് പറയുന്നത് ശരിയാവണം. ഇത് രണ്ടും തെറ്റാണെന്നാണ് റസലിൻ്റെ കാഴ്ചപ്പാട്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ നിരീശ്വരവാദികൾ അവകാശപ്പെടുന്നത് റസലാണ് ആ സംവാദത്തിൽ ജയിച്ചതെന്നാണ്. അതേസമയം ആസ്തിക്യവാദികൾ നേരെ തിരിച്ചു അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതല്ല യഥാർത്ഥത്തിൽ വിഷയം. ആ സംവാദത്തിന് ചെലുത്താൻ സാധിച്ചിട്ടുള്ളൊരു സ്വാധീനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രബോധന രംഗത്ത് തന്നെയും അത് ഏറ്റവും പ്രസക്തമായി തീരുന്നത് അതുകൊണ്ടാണ് എന്നുകൂടി മനസ്സിലാക്കണം. വേറൊരു കാര്യം കൂടിയുണ്ട്. ബെർട്രൻഡ് റസൽ നാസ്തികനായിക്കൊണ്ട്, എത്തീസ്റ്റായിക്കൊണ്ടല്ല സംവാദത്തിലിരുന്നത്. കാരണം തത്വശാസ്ത്രപരമായി തന്നെ മെറ്റാഫിസിക്കൽ ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെച്ചിട്ട് തത്വശാസ്ത്രപരമായി തന്നെ ദൈവാസ്തിക്യത്തെ കോപ്ലസ്റ്റൻ സ്ഥാപിച്ചിട്ട് ഇതിനെ നിരാകരിക്കാനുള്ള ന്യായങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് റസലിനോട് ചോദിക്കുന്നുണ്ട്. റസൽ പറയുന്നത് അതിനെനിക്ക് ബാധ്യതയില്ല, കാരണം ഞാൻ എത്തീസ്റ്റ് അല്ല, ഞാൻ അഗ്നോസ്റ്റിക് ആണെന്നാണ്. ഞാൻ അഗ്നോസ്റ്റിക് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള ബാധ്യത എനിക്കില്ല എന്ന് അദ്ദേഹം തുറന്ന സംവാദത്തിൽ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് BBC റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള സംവാദമാണ്. അതിന് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടും. അത് പുസ്തകമായിട്ടും ആർട്ടിക്കിളായിട്ടും പഠനങ്ങളായിട്ടും ഒക്കെ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്ന ഈ ആർഗ്യുമെൻസിനെ നിരാകരിച്ചുകൊണ്ട് ദൈവാസ്തിക്യം എന്ന് പറയുന്നത് ഒരു അസംബന്ധമാണ് എന്ന് പൂർണ്ണമായി പറയാനുള്ള ബാധ്യത റസൽ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുന്നില്ല. പക്ഷേ അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച അതേ ആർഗ്യുമെൻറ്റ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാസ്തികർ കൊണ്ടു നടക്കുന്നത് എന്നതും സവിശേഷതയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ അല്ല, അനുഭവം വെച്ചിട്ട് തന്നെ പറയുന്നത് അപ്ഡേഷൻ തീരെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്ഡേഷൻ തീരെ ഇല്ല. ഒരിക്കൽ ഈ പറഞ്ഞതുപോലെ നാസ്തികരമായിട്ടുള്ളൊരു സംവാദത്തിന് ശേഷം എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ കൂട്ടത്തിലുള്ളൊരു സംഘാടകനോട് പറഞ്ഞു, പണ്ട് എത്തീസ്റ്റായി നടക്കുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. കുറച്ച് മുന്നേ എൻ്റെ കൗമാരക്കാലത്ത് ഞാൻ എത്തീസ്റ്റായിട്ട് നടന്നിരുന്ന സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളിപ്പോൾ തിരിച്ച് എന്നോട് ചോദിക്കുന്നത്. കൊല്ലം കുറേ ആയിപ്പോയി. ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ 10-30 വർഷം കഴിഞ്ഞു. 4 നൂറ്റാണ്ട് കഴിഞ്ഞു. കുറച്ച് മുന്നെയാണ് സംഭവം. 4 നൂറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ അതേ ചോദ്യങ്ങൾ നിങ്ങളിപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ കൊടുക്കാൻ ആവശ്യമായ ചോദ്യങ്ങൾ വേണേൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സംവാദം ഒന്ന് കൊടുക്കണ്ടേ? അല്ലാതെ പണ്ടേക്കും പണ്ടേ ചോദിച്ച ചോദ്യങ്ങളും അതിന് പണ്ടേക്കും പണ്ടേ പറയുന്ന മറുപടികളും പറയുന്നതിൽ ഒരു രസമൊന്നുമില്ലല്ലോ. കാര്യങ്ങൾ കൂടുതൽ അറിയുക, പഠിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ വിഷയമെങ്കിൽ എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ പോലും വളരെ മുമ്പേ പഠിച്ചു വെച്ച കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറം മറ്റ് യാതൊരു തരത്തിലുള്ള അപ്ഡേഷനും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയും യഥാർത്ഥത്തിൽ കേരളത്തിലെങ്കിലും ഈ നാസ്തികതയെ സംബന്ധിച്ച് നാസ്തികതയുടെ ഒരു അർത്ഥശൂന്യതയെ അല്ലെങ്കിൽ പരിമിതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇവരുടെ വാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏറ്റവും മൗലികമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. ഈ യുക്തിവാദം എന്ന് പറയുന്ന പേരൊരു പ്രശ്നമാണ് കേട്ടോ. യുക്തിവാദം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറയുമ്പോൾ സോക്കോൾഡ് എന്നൊരു വിശേഷണം കൂടി ഉപയോഗിച്ചത് എന്നും കാണണം. റാഷണലിസം എന്നത് ശരിക്കും വെസ്റ്റേൺ ഫിലോസഫിയിലുള്ള ഒരു പ്രതിഭാസമാണ്. മോഡേൺ ഫിലോസഫി ആരംഭിക്കുന്നിടത്ത് 2 തരത്തിൽ ഫിലോസഫി വഴിപിരിയുന്നുണ്ട്. അതിലൊന്ന് എംപിരിസിസമാണ്, മറ്റൊന്ന് റാഷണലിസമാണ്. റാഷണലിസം എന്ന് പറഞ്ഞാൽ യുക്തിക്കാണ് പ്രാധാന്യമുള്ളത് എന്ന ഒരു വാദമാണ് റാഷണലിസം. അതേസമയം എംപിരിസിസം എന്ന് പറയുന്നത് അനുഭവങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. ഇന്ദ്രിയാനുഭവങ്ങൾക്കും ഭൗതികാനുഭവങ്ങൾക്കുമാണ് പ്രാധാന്യമുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സോക്കോൾഡ് യുക്തിവാദം ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ദൈവത്തെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ദൈവാസ്തിക്യത്തിൻ്റെ ഒരു എംപിരിക്കൽ എവിഡൻസ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് റാഷണലിസത്തിൻ്റെ പക്ഷത്താണോ നിൽക്കുക? അങ്ങനെയല്ല. റാഷണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യൻ ദെക്കാർത്താണ്. ദെക്കാർത്ത് ഒറിജിൻ ഓഫ് ദി ഐഡിയ ഓഫ് ഗോഡ്, ആർഗ്യുമെന്റ് ഫ്രം ദി ഒറിജിൻ ഓഫ് ദി ഐഡിയ ഓഫ് ഗോഡ് എന്നും പറഞ്ഞിട്ട് 8 ആർഗ്യുമെന്റ്സ് സമർപ്പിച്ചിട്ടുണ്ട്. യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് ദൈവാസ്തിക്യത്തെ സ്ഥാപിക്കുക, തെളിയിക്കുക എന്നുള്ളതായിരുന്നു അതിലുള്ള വിഷയം. അദ്ദേഹം അടിയുറച്ച ദൈവവിശ്വാസിയാണ്, തത്വശാസ്ത്രപരമായിട്ടും യുക്തിപരമായിട്ടും. എൻ്റെ അനുഭവത്തിൽ ഞാൻ തന്നെയും എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ചത്, ഞാൻ വിശ്വാസം എന്നുള്ള പദം വല്ലാതെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. വിശ്വാസമല്ല, ഈമാൻ്റെ അർത്ഥം ബോധ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.
എന്നാലും സാധാരണഗതിയിൽ പറയാറുള്ള ആ വിശ്വാസം എന്ന പദം കടമെടുത്താലും വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് എൻ്റെ യുക്തിബോധം തന്നെയാണ്. എൻ്റെ ലോജിക്കലായിട്ടുള്ള അന്വേഷണം, ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇത് തന്നെയാണ് അതിലേക്ക് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുക്തിവാദം എന്നതൊരു കേവലമായ അവകാശവാദം മാത്രമാണ്. അതിനപ്പുറം വലിയ പ്രസക്തിയൊന്നുമില്ല. തത്വശാസ്ത്രം ഈ രൂപത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഈ റാഷണലിസ്റ്റുകളുടെ കൂട്ടത്തിലും നാസ്തികന്മാരുണ്ടായിട്ടുണ്ട്, എംപിരിസിസ്റ്റുകളുടെ കൂട്ടത്തിൽ അപൂർവം ആസ്തികന്മാരും ഉണ്ടായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഒഴിച്ചാൽ ഇതിൻ്റെ ആരംഭത്തിൽ എംപിരിസിസ്റ്റുകളായിരുന്നു യഥാർത്ഥത്തിൽ എത്തിയിസ്റ്റുകൾ. അതേസമയം തീസ്റ്റിക്കായിട്ട് ചിന്തിച്ചവരാണ് യുക്തിവാദികൾ. ദെക്കാർത്ത് അങ്ങനെയാണ്. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെച്ച ആളാണ് ലെയ്ബിനിസ്. ലെയ്ബിനിസിന്റെ വാദങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കോപ്ലെക്സൺ പിന്നെ റസൽ സംവാദത്തിൽ കാര്യമായിട്ടൊരു അടിസ്ഥാനമായിട്ട് തന്നെ വരുന്നുണ്ട്. ലെയ്ബിനിസിന്റെ ഈ പിന്നെ കോസാലിറ്റിയുമായി ബന്ധപ്പെട്ട ആർഗ്യുമെന്റ്സിന്റെയും വാദങ്ങളുടെയും ആധാരത്തിൽ നിന്നുകൊണ്ട് ഫാദർ കോപ്ലെക്സൺ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുക്തിയിലൂടെ, യുക്തിബോധത്തിലൂടെ, യുക്തിചിന്തയിലൂടെ ദൈവത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് തത്വശാസ്ത്രത്തിൽ യുക്തിവാദത്തിന്റെ ആചാര്യന്മാർ എന്നുള്ളതൊരു വിഷയമാണ്. അതേസമയം ഇവിടുത്തെ നാസ്തികന്മാർ ഇപ്പറയുന്ന യുക്തിയെ യഥാർത്ഥത്തിൽ തള്ളിക്കളയാണ് ചെയ്യുന്നത് എന്നുള്ളതൊരു വസ്തുത. അപ്പോൾ പകരം അവിടെ സ്ഥാപിക്കുന്നത് ഇപ്പറയുന്ന എംപിരിസിസം എന്ന ഒരാശയമല്ല, മറിച്ച് എംപിരിസിസത്തിന്റെ തന്നെ പുതിയ കാലത്തുണ്ടായിട്ടുള്ള ഒരു ശാഖയാണ് യഥാർത്ഥത്തിൽ സയന്റിസം എന്ന് പറയുന്നത്. സയൻസ് മാത്രമാണ് അടിസ്ഥാനം. ഇതങ്ങനെ വാദിച്ച് കാട് കയറിയിട്ടുണ്ട് എന്ന് കാണേണ്ടതാണ്. വാദിച്ച് കാട് കയറിയിട്ടുണ്ട്. സാധാരണ സയന്റിസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ സയന്റിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ പലരും അങ്ങനെയല്ല എന്നുള്ളതാണ് വസ്തുത. അവരാണല്ലോ അതിൽ ആധികാരികം. ശാസ്ത്രം സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടത് യഥാർത്ഥത്തിൽ റിച്ചാർഡ് ഡോക്കിൻസ് പോലുമല്ല. അദ്ദേഹത്തിന് സയൻസ് അറിയാമെന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ശാസ്ത്രജ്ഞനൊന്നുമല്ല. പിന്നെ ഫിലോസഫി അദ്ദേഹത്തിന് അറിയാൻ സാധ്യതയില്ല. കാരണം ഈ 4 പേരുണ്ട്, നവനാസ്തികതയുമായി ബന്ധപ്പെട്ട 4 പേര്: ഡോക്കിൻസ്, ഹിച്ചൻസ്, സാം ഹാരിസ്, അതുപോലെ പിന്നെ ഡാനിയൽ ബ്രനറ്റ്. ഈ ഡാനിയൽ ഡെന്നറ്റ് ഒഴിച്ച് ബാക്കി 3 പേർക്കും ഫിലോസഫി എന്താണെന്ന് തന്നെ അറിയില്ല എന്നാണ് പിൽക്കാലത്ത് അവരെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ അർത്ഥത്തിൽ ഫിലോസഫി എന്ന് പറയുന്ന അവരുടെ വാദമല്ല, അവരുടെ വിഷയവുമല്ല. അതേസമയം സയൻസ്, സയന്റിസ്റ്റുകളായിട്ടുള്ള, സയൻസിൽ ആധികാരികതയുള്ളവർ ഒന്നുകിൽ ഈ പറയുന്ന തിയോളജിക്കലായിട്ടുള്ള സംവാദങ്ങളിൽ അവർ തൽപരരല്ല, അല്ലെങ്കിൽ അവർ ഇപ്പറഞ്ഞതുപോലെ എത്തീസത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരുമല്ല. ഇതങ്ങോട്ട് മറച്ചു വെച്ചിട്ട് സയൻസിന്റെ ഒരു കുത്തക ഏറ്റെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന്റെ വിജ്ഞാനം എന്ന് പറയുന്നത് പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. മനുഷ്യന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശാഖകളിലൂടെ വികസിക്കുന്നതാണ്. അതിന് ഫിലോസഫിക്കലായിട്ടുള്ള വികാസമുണ്ട്, സോഷ്യോളജിക്കലായിട്ടുള്ള വികാസമുണ്ട്, തിയോളജിക്കലായിട്ടുള്ള വികാസമുണ്ട്, അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികാസവുമുണ്ട്. ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം പിടിച്ചു കെട്ടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സയൻസ് തന്നെയും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ പറയുന്നത് തെറ്റാവാം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സയൻസ് തെളിയിക്കുന്ന പല സംഗതികളും വസ്തുതകളാണ് സയൻസ് തെളിയിക്കുന്നത്. അതേസമയം വസ്തുതകൾക്ക് പിന്നിൽ ഒരാശയമുണ്ടാകും. ഈ ആശയം പലപ്പോഴും സയൻസിൽ നിന്ന് വരുന്നതല്ല. ഏതോ അർത്ഥത്തിൽ അത് തത്വശാസ്ത്ര രംഗത്ത് നേരത്തെ തന്നെ നിലനിന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണത്തിൽ, ഞാൻ ഇത് 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായിട്ടുള്ള സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത് സയൻസ് തന്നെയാണ്, ഏറ്റവും അടിസ്ഥാന സയൻസ് തന്നെയാണ്. അദ്ദേഹം മതത്തെയും തത്വശാസ്ത്രത്തെയും ഒക്കെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആ കാലത്താണ്. ഇന്ന് അതിനൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെയുമല്ല, മനഃശാസ്ത്രത്തിന് പോലും ഇന്ന് പ്രസക്തിയില്ലെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. സൈക്കോളജിക്ക് പോലും പ്രസക്തി നഷ്ടപ്പെട്ടു. കാരണം ഇന്ന് മനുഷ്യന്റെ മനസ്സിനെ, അതിൻ്റെ ചലനങ്ങളെ, അതിൻ്റെ പ്രതിഭാസങ്ങളെ ഒക്കെ സംബന്ധിച്ച് ന്യൂറോ സയൻസാണ് കൃത്യമായിട്ട് പറയുന്നത്. കൃത്യമായും ആധികാരികമായും മനുഷ്യ മനസ്സിനെ ന്യൂറോ സയൻസ് പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം നിന്നാൽ കുഴപ്പമുണ്ട്. കാരണം നിങ്ങളീ പറയുന്ന മനസ്സിൻ്റെ കാര്യം തന്നെ എടുക്കുക. സൈക്ക്, മൈൻഡ് തുടങ്ങിയിട്ടുള്ള ആശയങ്ങളിൽ നിന്നാണല്ലോ ന്യൂറോ സയൻസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് തൽക്കാല ഭാഗത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചുതരാം. മനുഷ്യ മനസ്സിൻ്റെ മുഴുവൻ പ്രതിഭാസങ്ങളും ന്യൂറോ സയൻസ് വെച്ചിട്ട് സ്ഥാപിക്കാനും തെളിയിക്കാനും സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം മനസ്സ് എന്ന് പറയുന്നത് തീർത്തും ഭൗതികമായിട്ടുള്ളൊരു പ്രതിഭാസമേ അല്ല. അതങ്ങനെ വിശദീകരിക്കാനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. പണ്ട് മുതൽക്കേ സംവാദകന്മാരൊക്കെ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെ കേവലമായിട്ടുള്ള ഭൗതികമായ അറിവിന് വഴങ്ങുന്ന ഒരു പ്രതിഭാസമേ അല്ല. എന്നാലും വാദത്തിന് വേണ്ടി സമ്മതിക്കാം മനുഷ്യ മനസ്സിൻ്റെ എല്ലാ പ്രത്യേകതകളും സവിശേഷതകളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ന്യൂറോ സയൻസ് കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ മനസ്സ് എന്ന ഒരു ഐഡിയ, ഒരാശയമുള്ളത് കൊണ്ടാണല്ലോ ന്യൂറോ സയൻസ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ സയൻസ് തന്നെയും അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഈ സൈക്ക് അല്ലെങ്കിൽ മൈൻഡ് എന്ന ആശയം സംഭാവന ചെയ്തതാരാണ്? ആ ആശയം തത്വശാസ്ത്ര രംഗത്തും മതരംഗത്തും നേരത്തെ ഉണ്ടായിരുന്നതാണ്. മതമാണ് സൈക്കിനെ കുറിച്ചും മൈൻഡിനെ കുറിച്ചും കൂടുതലായിട്ട് പറയുന്നത്. അന്നേരത്ത് ചിലപ്പം ഖുർആനിൽ പറയുന്ന കൽബാണ്, അതുകൊണ്ട് ഹൃദയത്തിൽ മനസ്സാണ് എന്നുള്ള പഴയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വാദങ്ങളല്ല, പഴകി പൊളിച്ച അത്തരം വാദങ്ങളുമായിട്ട് തന്നെ വീണ്ടും രംഗത്ത് വരും. ഈ കൽബ് എന്ന പദത്തിന്റെ പ്രത്യേകത എന്താണ്? ഇനി അതിനുമപ്പുറം ലോകത്ത് മിക്ക ഭാഷകളിലും ഹൃദയം എന്ന് പറയുന്നത് മനസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉത്ഭവിച്ചതായിരിക്കാം, എന്നാലും ഭാഷയിൽ അത് യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. സഹൃദയത്വം എന്നതിന് വേറെ വാക്കില്ല. സഹൃദയത്വം എന്നതിന് നമുക്ക് എങ്ങനെ ചിന്തിച്ചാലും വേറെ വാക്ക് കണ്ടെത്താൻ സാധിക്കില്ല. മനസ്സ് ഹൃദയത്തിലാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ല അത് പറയുന്നത്. ഇത്തരം ആർഗ്യുമെന്റ്സ് ഒക്കെ മുന്നോട്ട് വെച്ചാലും വീണ്ടും അടുത്ത പരിപാടിയിൽ വീണ്ടും പറയും മനസ്സ് എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് എന്നുള്ളൊരു പൗരാണിക ധാരണയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് എഴുതിയിട്ടുള്ള കിതാബാണ്, അതുകൊണ്ടാണ് അതിൽ അങ്ങനെ വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പൊ എന്തായാലും സൈക്ക് എന്ന് പറയുന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ മതമാണ് മുന്നോട്ട് വെച്ചത്, തത്വശാസ്ത്രമാണ് മുന്നോട്ട് വെച്ചത്. ഇതുപോലെ ആപേക്ഷികത, റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെ സയൻസിലേക്ക് കൊണ്ടുവന്നത് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീന് തത്വശാസ്ത്രമായിട്ട് സജീവ ബന്ധമുണ്ട്. ഐൻസ്റ്റീൻ നിരീശ്വരവാദി അല്ല, ഫിലോസഫിയുമായിട്ട് സജീവ ബന്ധമുള്ള, തത്വശാസ്ത്രത്തിൽ ബാറൂച്ച് സ്പിനോസയുടെ വഴി പിന്തുടർന്നിട്ടുള്ള, അത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. സ്പിനോസ നിരീശ്വരവാദി അല്ല. സ്പിനോസ ശരിക്കും ഈശ്വരവാദപരമായിട്ട്, സേശ്വരവാദപരമായിട്ടാണ് അദ്ദേഹത്തിന്റെ തത്വചിന്തകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് കാണണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പറയുന്ന സ്പിനോസയുടെ വഴി പിന്തുടർന്നിട്ടുള്ള, തത്വശാസ്ത്ര രംഗത്ത് പിന്തുടർന്നിട്ടുള്ള ഐൻസ്റ്റീൻ ആപേക്ഷികതയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചു എന്നത് ശരിയാണ്. പക്ഷെ ആപേക്ഷികത എന്ന് പറയുന്ന ഐഡിയ, ആശയം, അത് സയൻസിൽ നിന്നുണ്ടായതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും, ഇനി പറയുന്ന പരിണാമം എടുക്കൂ. മോഡേൺ സയൻസിൽ പരിണാമ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലാമാർക്കാണ്. ലാമാർക്ക് ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ പരിണാമത്തെക്കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ദൈവസങ്കല്പവും പറയുന്നത്. അതിനും ശേഷമാണ് ഇത് രണ്ടും രണ്ട് വഴിക്കായി പോയത്. സയൻസും ഈ പറയുന്ന ദൈവശാസ്ത്രവും ഒക്കെ തീർത്തും രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലായി പോയത് അതിനും ശേഷമാണ്. ലാമാർക്കിന്റെ പുസ്തകത്തിൽ ഇത് രണ്ടും ഒരേ പുസ്തകത്തിൽ തന്നെയാണത്. അപ്പൊ ലാമാർക്കാണ് ആധുനിക ശാസ്ത്രത്തിൽ ആദ്യമായിട്ട് പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇനി അതും ഇരിക്കട്ടെ, ഡാർവിന്റെ സമകാലീനനാണ് ജോൺ വില്യം ഡ്രേപ്പർ. ഡ്രേപ്പറുടെ ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ്, അദ്ദേഹത്തിന്റെ ഒരു തീസിസാണ് ഹിസ്റ്ററി ഓഫ് ദി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സയൻസ്. ഇങ്ങനൊരു പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇസ്ലാമിനൊക്കെ വിമർശിക്കുന്നുണ്ട് മതപരമായിട്ട്. അദ്ദേഹം ഒരു നാസ്തികനാണ്, ഇസ്ലാമിനൊക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ശാസ്ത്രത്തോട് ഏറ്റുമുട്ടിയിട്ടുള്ള മതവിശ്വാസങ്ങളുടെ പട്ടികയിൽ അദ്ദേഹം ഇസ്ലാമിനെ പെടുത്തുന്നില്ല. ഇസ്ലാമിനെയും നെസ്റ്റോറിയൻ ക്രിസ്ത്യാനിറ്റിയെയും അദ്ദേഹം അതിൽ നിന്ന് ഭിന്നമായിട്ട് കുറെ കൂടി ശാസ്ത്രീയ അന്വേഷണങ്ങളെ പ്രോത്സാഹിപ്പിച്ച മതവിഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം പരിഗണിക്കുന്നത്. അക്കൂട്ടത്തിൽ തന്നെ മുഹമ്മദൻസ് തിയറി ഓഫ് ദി എവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറയുന്നൊരു ഭാഗം കൂടി അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഡാർവിന്റെ സമകാലീനിലാണ് ഡ്രേപ്പർ, ഒരേ കാലത്ത് ജീവിച്ചവരാണ്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന എവല്യൂഷനെ പിന്തുണക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഇതിൽ ഈ മുഹമ്മദൻസ് തിയറി എന്ന് പറയുമ്പോൾ പരിണാമം എന്ന് പറയുന്ന ആശയത്തെ വളരെ കൃത്യമായിട്ട് വളരെ ലോജിക്കലായിട്ട് വിശദീകരിച്ചിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അല്ലാമ ഇക്ബാലിന്റെ റീകൺസ്ട്രക്ഷൻ ഓഫ് റിലീജിയസ് തോട്ട്സ് ഇൻ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ പേര് പറയുന്നുണ്ട്. അൽ ജാഹിദ് മുതൽക്ക് ഇബ്നു ഖൽദൂൻ വരെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ ഒരു വലിയ നിര വളരെ കൃത്യമായിട്ട് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിച്ചവർ. തത്വശാസ്ത്ര രംഗത്താണെങ്കിൽ പഴയ ഗ്രീക്ക് ഫിലോസഫിയുടെയും ഇന്ത്യൻ ഫിലോസഫിയുടെയും കാലം മുതൽക്കേ നിലനിൽക്കുന്ന ഒന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ആശയങ്ങൾ വരുന്നത് സയൻസിൽ നിന്നല്ല. സയൻസ് ആശയങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള വ്യാഖ്യാനം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴും ഭൗതികമല്ലാത്ത വ്യാഖ്യാനങ്ങളും പ്രസക്തമാണ്. കാരണം ഒന്നുമല്ലെങ്കിലും ഈ ആശയങ്ങളുടെ ഉറവിടമെങ്കിലും സയൻസിന് പുറത്താണ്, ഭൗതികതയ്ക്ക് പുറത്താണ്. അപ്പൊ ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സയൻസ് മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മനുഷ്യർക്ക് എങ്ങനെ സാധിക്കും? മൗലികമായൊരു വിഷയം അതാണ്. സയൻസ് മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എങ്ങനെ സാധിക്കും? ഇത് അങ്ങേയറ്റത്തെ സയന്റിസ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും സയൻസിനെ അങ്ങോട്ട് ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. അക്ബർ സാഹിബിന്റെ സംവാദത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി തന്നെയും സയൻസിന്റെ കുത്തക അവകാശപ്പെടുവാനുള്ള ഈ നാസ്തികരുടെ ശ്രമത്തിന്റെ മണ്ടക്കെട്ട് കിഴക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതങ്ങനെയല്ല എന്നുള്ള സംഗതി വളരെ
ശക്തമായിട്ട് തുറന്നു പറയുന്നു, സമൂഹത്തെ അത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സംവാദം എന്ന് പറയുന്നത് അതിന്റെ ഒരു അനുരണനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് കാലങ്ങളോളം നിലനിൽക്കുന്നതാണ്. റസലിന്റെ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു. അത് പിൽക്കാലത്ത് ഒരുപാട് സംവാദങ്ങൾക്ക് അത് നിമിത്തമായിട്ടുണ്ടെങ്കിലും അതിൽ കോപ്ലസ്റ്റൺ മുന്നോട്ട് വെക്കുന്ന ദൈവശാസ്ത്രപരമായിട്ടുള്ള ആർഗ്യുമെന്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വഭാവത്തിൽ നാസ്തികമായിട്ടുള്ള വാദങ്ങൾക്ക് നേരെയുള്ള ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ തന്നെയാണ്. അതിനെ ഓരോന്നിനെയും നമുക്കെടുത്ത് വളരെ കൃത്യമായിട്ട് വികസിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ ഇനി അത്രയൊന്നുമല്ലാതെ ചിലപ്പോൾ പ്രത്യേകമായ ചില വിഷയങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകും. അതിനും വമ്പിച്ച അനുരണനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അബ്രഹാം ലിങ്കണും പിന്നെ സ്റ്റീഫൻ ഡഗ്ലസും തമ്മിൽ സംവാദം നടന്നിട്ടുണ്ട് അടിമത്തത്തെ സംബന്ധിച്ച്. ആരാ ജയിച്ചത് ആരാ തോറ്റതെന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും ജയാവകാശപ്പെടുന്നു. അത് ഇല്ലിനോയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംവാദമാണ്. ആ തെരഞ്ഞെടുപ്പിൽ അബ്രഹാം ലിങ്കൺ തോക്കുകയാണ് ചെയ്തത്. ഇതുകൂടി മനസ്സിലാക്കണം. ആ സംവാദത്തിന് ശേഷമുള്ള ഇലക്ഷനിൽ അബ്രഹാം ലിങ്കൺ തോക്കുകയാണ് ചെയ്തത്. പക്ഷെ അധികം താമസിയാതെ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായി. അമേരിക്കൻ ചരിത്രത്തിൽ, പിന്നെ സിവിൽ വാർ ഉണ്ടായതൊക്കെ അതിന് ശേഷമാണ്, അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നിർണായക സന്ദർഭമായിട്ട് പറയുന്ന അടിമത്തം നിരോധിച്ചുകൊണ്ടുള്ള അവിടുത്തെ ഭരണഘടനയുടെ അമെൻമെന്റ് അത് പാസ്സാകുന്നത് അതിനുശേഷമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു അനുകൂല അന്തരീക്ഷം അത് സൃഷ്ടിക്കപ്പെട്ടു. സംവാദത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ലല്ലോ വിഷയം. ഇതുപോലെ അടിമത്തവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനും കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സ്പെയിനിൽ നടന്നിട്ടുള്ള സംവാദം, അമേരിക്കയും റെഡ് ഇന്ത്യൻസും അവയെ കീഴ്പ്പെടുത്തലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, സമയമല്ലാതെ വൈകുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംവാദം, അതിലും ജയപരാജയങ്ങളല്ല, പിന്നീട് ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്, ഇതുപോലെ ഓരോ സംവാദത്തെ സംബന്ധിച്ചിടത്തോളവും അതാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു നീയത്തിൽ നമ്മൾ ഇതിനെ സമീപിക്കുന്നു. മറ്റാർക്കും സാധിക്കാത്തൊരു കാര്യവും കൂടിയാണിത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഗസാലി മുനാദറ, മുജാദല തുടങ്ങിയിട്ടുള്ള ചില രീതികളെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. മുനാദറ എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള സംവാദം, അതേസമയം മുജാദല എന്ന് പറയുന്നത് കേവലമായ തർക്കവിതർക്കങ്ങൾ. ഇതൊക്കെ വിശദമായി പഠിക്കേണ്ടതാണ്. എന്തായിരുന്നാലും അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാനിവിടെ പറയുന്നത് അക്ബർ സാഹിബിന്റെ ഈ സംവാദം, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വാദമുഖങ്ങൾ, അതിന്റെ ഫലങ്ങൾ ഇപ്പറയുന്നത് പോലെ പിൽക്കാലത്ത് ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള, അവതരണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഇത്തരം സംവാദങ്ങളൊക്കെയും പിൽക്കാലത്ത് അതിന്റെ വലിയ സ്വാധീനം നിലനിർത്തിയതുപോലെ അക്ബർ സാഹിബിന്റെ ആർഗ്യുമെന്റ്സ്, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിന്റെ പഠനം വിശാലമായ ഒരു മേഖലയിൽ പ്രവേശിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന്, അദ്ദേഹത്തെ വായിക്കാറുള്ള ഒരാൾ എന്ന നിലക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വാദമുഖങ്ങൾ ഇതുപോലെ പിൽക്കാലത്ത് വലിയ വലിയ സംവാദങ്ങൾക്ക് നിമിത്തമായി തീരുകയും അതിന്റെ അനുരണനങ്ങളും അല്ലെങ്കിൽ അതിന്റെ സ്വാധീനങ്ങൾ നിലനിൽക്കുകയും അത് ഗുണപ്രദമായ ഒന്നായി മാറുകയും ചെയ്യുന്നതിന് പടച്ചതമ്പുരാൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി എല്ലാ ആശംസകളും ഈ പരിപാടിക്കും അദ്ദേഹത്തിനും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. സംവാദം നമ്മുടെ ഓർമ്മകളിൽ ഇന്നും സജീവമാണ്. എ ജബ്ബാർ അക്ബർ സാഹിബ് സംവാദം ഇസ്ലാമിക സമൂഹത്തെ തോൽപ്പിച്ച് കളയാം, ഇസ്ലാമിക സമൂഹത്തിന് ആശയപരമായ കരുത്ത് അത്രയ്ക്കൊന്നും പോരാ, ഒന്നിനെയും നേരിടാൻ ആരുമില്ല എന്ന ഒരു അരാജകമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരള അന്തരീക്ഷത്തിൽ നിലനിന്നപ്പോഴായിരുന്നു വെല്ലുവിളികൾ കൊണ്ട് മാലപ്പടക്കം തീർക്കുകയായിരുന്നു യുക്തിവാദി പക്ഷം. ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. മുസ്ലിം സമുദായത്തിലെ പ്രസ്ഥാനങ്ങളും സംഘടനകളും പരസ്പരം സംവദിക്കുന്നതിന് അല്ലെങ്കിൽ പോരടിക്കുന്നതിന്, അതിനെ ശരിക്കും സംവാദമെന്ന് തന്നെ പറയാനാകുമോ എന്ന് എനിക്കറിയില്ല, പോരടിക്കുന്നതിന് കാണിക്കുന്ന ആ അത്യുത്സാഹമോ ആർജവമോ ഒന്നും ഇസ്ലാമിക ആദർശത്തിൻ്റെ അടിത്തറ ഇളക്കാൻ വ്യഗ്രതയോടുകൂടി കടന്നു വന്ന് നമ്മെ ആക്രമിക്കുന്ന പൊതു ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ നേരെ കാണിക്കാൻ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തികളും പോലും സന്നദ്ധമാകാതിരിക്കുമ്പോൾ അതിൽ നിന്നവർക്ക് ലഭിച്ച ഊർജമായിരുന്നു വെല്ലുവിളിച്ച് കളയാം എന്ന ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കിയത്. കൊറോണയുടെയൊക്കെ ഒരു കാലവുമായിരുന്നല്ലോ.
ഒരു ശൂന്യത, പുറത്തൊന്നും ഒന്നും നടക്കാത്ത ഒരു സമയവും. ഏതായാലും അതിനെ ശക്തമായി നേരിടാൻ കാണിച്ച അക്ബർ സാഹിബിൻ്റെ തൻ്റെ ഇടവും അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവം അല്ല എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സംവാദത്തെ പ്രത്യക്ഷമായി തന്നെ സ്വാഗതം ചെയ്യുന്ന, അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സ്വഭാവം എന്നും ഇസ്ലാമിക സമൂഹത്തിന് മാത്രമാണുള്ളത്. ശരിക്കും ചിന്തിച്ചാൽ കമ്മ്യൂണിസവും കോൺഗ്രസും തമ്മിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചുകൊണ്ടൊരു സംവാദം നടക്കുന്നതിനെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കി, എത്രമാത്രം അശ്ലീലമായിരിക്കുമെന്ന്. അതെവിടെ എത്തും? ആർക്കെങ്കിലും എൻ്റേതാണ് ശരിയെന്ന് മറ്റേയാളുടെ മുമ്പിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള വല്ല ആത്മവിശ്വാസം ഉണ്ടാവുമോ? അങ്ങനെ ഒരു സാധനമല്ലത്. സംവാദത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തൻ്റെ തത്വം, തൻ്റെ നയം, തൻ്റെ ആദർശം വളരെ കൃത്യമായും ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഈ ആത്മവിശ്വാസം ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിനുള്ളതുപോലെ വേറെ ആർക്കാണ് ഉണ്ടാവുക? കാരണം അത്രയും വളരെ കൃത്യതയുള്ള, അടിത്തറയുള്ള, കരുത്തുറ്റ ഒരാദർശമാണ് ഇസ്ലാമും അതിൻ്റെ വിശ്വാസവും എന്ന് ഇസ്ലാമിക സമൂഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകമാകെ ഇസ്ലാമിക പ്രബോധന മേഖലകളിൽ എത്രയോ നാമങ്ങൾ നമുക്ക് സുപരിചിതമായത്. ഈ സമീപകാലത്തൊക്കെ പറഞ്ഞ പോലെ സംവാദങ്ങളാണ്. ഞാനും ഒക്കെ സംവദിക്കുമ്പോൾ നമ്മുടെയൊക്കെ കമൻറ്റിന് കീഴിൽ വന്ന് പലപ്പോഴും പറയാറുണ്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ പറയുമ്പോൾ, ഈ ഇപ്പം കഴിഞ്ഞ നമ്മുടെ സമുദായത്തിൽ തന്നെ ചിലർ പറഞ്ഞല്ലോ, കേരളത്തിൽ തീവ്രവാദം വളർത്തിയത് സാക്കിർ നായിക്കും അക്ബർ സാഹിബും ഒക്കെ കൂടിയിട്ട് സംവാദത്തിനിറങ്ങിയതോടുകൂടിയാണ് എന്ന് വരെ പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ, അപ്പം അതിനു മുമ്പ് ഒരു തീവ്രവാദം ഉണ്ടായിരുന്നില്ലല്ലോ. ആകെയുള്ള തീവ്രവാദം ഇസ്ലാമിലെ ഉള്ളതാണ് ആദ്യത്തെ കുംഭസാരം. പുറത്തൊരു തീവ്രതയില്ല, ഒരു ഭീകരതയില്ല, ഒന്നുമില്ല. ശുദ്ധവും ശാന്തവും സ്വച്ഛവുമായിരുന്നു. അതിന് അക്ബർ സാഹിബ് വന്നതോടെയാണ്. ഇവിടെ നമ്മുടെ ഈ മഞ്ചേരി ഭാഗത്തല്ലേ ഫാദർ അലവിയുടെ നേതൃത്വത്തിൽ അന്നൊരു ഉണ്ടായിരുന്നല്ലോ, മർക്കസുൽ ബിഷാറയൊക്കെ സ്ഥാപിച്ച് എത്ര ഖുർആൻ ആയത്തുകളും ഹദീത്തുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പാറയലോകൾ പ്രസിദ്ധീകരിക്കുകയും ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വീട് വീടാന്തരം കയറിയിറങ്ങുകയും കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഒക്കെ മുസ്ലിം വീടുകളിൽ നിരന്തരം കയറിക്കൊണ്ടിരുന്ന കാഴ്ചകൾക്ക് നമ്മൾ എത്ര സാക്ഷിയായതാ? ഖുർആനായത്തുകളാണ് അവർ ഉദ്ധരിച്ചുകൊണ്ടെന്ന്. അന്ന് നമുക്ക് പറഞ്ഞ സാഹിബിൻ്റെ പേര് പോലും കേട്ടിട്ടില്ല കേരളത്തിൽ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനിപ്പോൾ അക്ബർ സാഹിബിൻ്റെ മോനുമായിട്ട് യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പ്രായത്തിൽ ഞങ്ങൾ വലിയ വ്യത്യാസമില്ലെന്ന് അറിയാൻ കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് പറയുന്നത് അക്ബർ സാഹിബിൻ്റെ ചെറുപ്പമായിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഇവർ നിരന്തരം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടേതായ പാഠഭേദങ്ങൾ, വ്യാഖ്യാനങ്ങൾ നൽകി അവരുടെ യേശു ദൈവമാണെന്ന് സ്ഥാപിക്കുന്നു ഖുർആൻ. അതുപോലെ തന്നെ കന്യാമറിയമ്മൻ്റെ മാതൃത്വം സ്ഥാപിക്കുന്ന അടക്കം പറഞ്ഞ് ഇങ്ങനെ വീടുകളിൽ കയറിയിറങ്ങി നടത്തിക്കൊണ്ടിരുന്ന ഈ പ്രബോധനത്തെ പോലും നമ്മൾ പ്രകോപനപരമായി നേരിട്ടിട്ടില്ലാത്ത സമുദായവുമാണ്. സത്യത്തിലൊന്ന് ആലോചിക്കേണ്ടതാണ്. എന്തൊക്കെ ആക്ഷേപങ്ങളാണെന്ന് പറഞ്ഞാൽ പ്രകോപനമിട്ട് നമുക്കതിനകത്ത് അനൗചിത്യവും അസംതൃപ്തിയൊക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു. വളരെ എന്നാൽ സ്നേഹപൂർവ്വം വരട്ടെ പോകട്ടെ എന്ന നിലയിൽ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുള്ളതല്ലാതെ നമ്മൾ ഒരു കാലത്തും എന്തിനാണ് നിങ്ങളിങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. ചോദിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? പ്രബോധനം എന്ന് പറയുന്നതിന് ഇസ്ലാമിക സമൂഹം ഒരു കാലഘട്ടത്തിലും വെറുത്തിട്ടില്ല, അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. പ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മൗലികമായ ഒരു ദർശനത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നാമും അത് ചെയ്യുന്നതാണ്. നമുക്ക് ചെയ്യാൻ അവകാശമുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടന അത് അവകാശം വകവെച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംവാദ സദസ്സുകൾ അക്ബർ സാഹിബോ സാക്കിർ നായിക്കോ ഒക്കെ ഇന്ത്യയിൽ സംഘടിപ്പിച്ചപ്പോൾ നിയമപരമായി അതിനെ ആരും തടഞ്ഞിട്ടില്ല. ആരും സംവാദം നടത്തിയപ്പോൾ നിയമപരമായിട്ട് ഭരണകൂടത്തിൻ്റെ എല്ലാ അനുമതിയോടും കൂടിയാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് അവകാശമാണ്. എന്ന് മാത്രമല്ല, ഉറപ്പുള്ള ഒരു ദർശനത്തിന്, ഒരു പ്രത്യയശാസ്ത്രത്തിന് സംവാദം നടത്തി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ആശയ സംവേദനത്തിൻ്റെ ഒരു ലോകമാണ് ബുദ്ധിജീവികളായ ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചടുലമാക്കുന്നത്, ചലനാത്മകമാക്കി തീർക്കുന്നത്. പക്ഷെ അത്തരം സംവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിട്ട് വിരുദ്ധമായ ആശയങ്ങൾ പറയുന്ന ആളുകളെ ആശയം കൊണ്ട് നേരിടാൻ കഴിയുകയില്ലെങ്കിൽ അവനെ ശത്രുവായി അവതരിപ്പിക്കുന്ന ഒരു പുത്തൻ പ്രവണത വന്നുകൂടി എന്നുള്ളതാണ് സത്യം. അതുതന്നെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആശയഗരിമയെ കൂടുതൽ എടുത്തു കാട്ടുന്നതാണ് എന്ന് പറയുന്നതിന് വളരെ കൃത്യം. ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രബോധനത്തെയാണ് എല്ലാവരും ഇപ്പം ഉന്നം വയ്ക്കുന്നത്. അവരാണ് ഇവിടെ തീവ്രത ഉണ്ടാക്കുന്നത്. പ്രബോധനം നടത്തിയാൽ അവരാണ് ഭീകരത ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ആ പ്രബോധനം ഇവിടെ വേണ്ട എന്ന. അപ്പുറത്ത് ഒരു സ്വാമി പ്രബോധനം നടത്തിയാൽ നമ്മളിത് പറയുമോ? അപ്പുറത്തൊരു ഫാദർ പ്രബോധനം നടത്തിയാൽ നമ്മളിത് പറയുമോ? അവിടെ എത്ര നടന്നുപോയി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എത്രയോ നടന്നുപോയി. അപ്പം ഇങ്ങനെയെല്ലാം നടന്നിടത്ത്
ഈ സംവാദത്തിന്റെ ഒരു പുതിയ ഒരു അന്തരീക്ഷം ഇടയിൽ തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ക്ലബ് ഹൗസിൽ കയറി സംസാരിച്ചപ്പോൾ ഒരു സുഹൃത്ത്, തോമസ് എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം ആ സംഭാഷണത്തിന് ശേഷം എന്നോട് ചോദിച്ചു, ഈ തരത്തിലുള്ള സംവാദം സമൂഹത്തിനിടയിൽ ഇങ്ങനെ വലിയ വിള്ളലിന് കാരണമാകുമെങ്കിൽ ഇത്തരം സംവാദങ്ങൾ നടത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. നടത്താവുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞു, വിള്ളലിന് കാരണമാകുമ്പോൾ നടത്താതിരിക്കില്ല നല്ലത്. സ്നേഹസംവാദങ്ങൾ വിള്ളലിന് കാരണമാകുമെങ്കിൽ, ഞാൻ പറഞ്ഞു സ്നേഹസംവാദം എന്ന് പറഞ്ഞാൽ തന്നെ അത് സ്നേഹശൂന്യവാദമെന്നല്ലല്ലോ. സ്നേഹസംവാദമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്നേഹസംവാദമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അത് വിള്ളലിനല്ല യഥാർത്ഥത്തിൽ കാരണമാകുന്നത്, മറിച്ച് അത് പരസ്പരം അടുക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. ആ നിലയിലുള്ള ഒരു സംവാദ ശൈലിയാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിട്ടുള്ളത്, സ്വീകരിക്കേണ്ടതും. വേണമെങ്കിൽ ശൈലി ഇങ്ങനെ അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ അവകാശം ഉണ്ടായിരിക്കാം. കുറച്ചുകൂടെ അതിനെ കൂടുതൽ സ്നേഹ ആഭിമുഖ്യമുള്ളതാക്കി തീർക്കണമെന്നോ അല്ലെങ്കിൽ അതിനകത്ത് വകതകൾ വേണം ചൂണ്ടിക്കാട്ടാം. പക്ഷെ ഒരു സംവാദം വേണ്ട എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ് അർത്ഥമുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അക്ബർ സാഹിബിൻ്റെ സംവാദം ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, ഈ സംവാദത്തിൽ ആരെയെങ്കിലും അറിവില്ലാത്ത ആളുകളെ വിളിച്ചിരുത്തി അറിവില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്ന് സംവാദം നടത്തുന്ന സംവാദത്തിൻ്റെ ഒരു ശൈലി വേറെ. പക്ഷേ ഓരോ സമൂഹത്തിലെയും മതത്തിലെയും ഏറ്റവും മികച്ച സ്കോളേഴ്സിനെ വേദിയിൽ ആദരപൂർവ്വം വിളിച്ചിരുത്തി നടത്തുന്ന സംവാദം വേറെ. ഇവിടെ ഇസ്ലാമിക സമൂഹം നടത്തിയ സംവാദങ്ങൾ എന്നും അങ്ങനെ. ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു, ശ്രീ രവിശങ്കറുമായിട്ടാണ് സാക്കിർ നായിക്ക് സംവാദം നടത്തിയത്. ഒളിച്ചു വെച്ചൊരു സംവാദമല്ല, ആരും അറിയാത്തവരെ വെച്ചല്ല, രാജ്യം മുഴുവൻ അറിയുന്ന അത്തരം വ്യക്തിത്വങ്ങൾ വെച്ച്. അക്ബർ സാഹിബ് സംവാദങ്ങളിലൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു ആളുകളെ. അപ്പം ഇങ്ങനെയുള്ള ഒരു സംവാദത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവെന്ന് പറയുന്നത് സംവാദത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മറ്റുള്ള സമൂഹങ്ങൾക്ക്, ദർശനങ്ങൾക്ക് കെൽപ്പില്ലാതാകുന്നു എന്നുള്ളത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സംവാദമില്ലാതെ ഈ ലോകത്തൊന്നും നിലനിൽക്കുന്നില്ല. അതാണ് മറ്റൊരു സത്യം. ഇപ്പൊ എല്ലാവരും സംവാദത്തിലാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇറങ്ങിത്തിരിക്കുകയാണ് സംവാദത്തിലേക്ക്. സത്യത്തിൽ പലപ്പോഴും അത് പ്രകോപനപരമായ സംവാദങ്ങളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ തല്ലും വഴക്കവും കത്തിക്കുത്തും വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്തരം സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിന്റെ സംവാദത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. സത്യത്തിൽ ഈ സംവാദത്തെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിന് നേരെ ഉണ്ടാകുന്ന ആക്രമണോത്സുകമായ നീക്കങ്ങളെ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ വളരെ നന്നായി ഹോംവർക്ക് ചെയ്തുകൊണ്ട് സംവാദത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തോട്, ആ ചോദ്യകർത്താവിനോട് പറയുകയുണ്ടായി, സംവാദം അപകടകരമാകുമെങ്കിൽ, സമൂഹത്തിന് വിള്ളലിന് കാരണമാകുമെങ്കിൽ തൽക്കാലമെങ്കിലും അത് നിർത്തിവെക്കേണ്ടി വരും. ശരിയാണത്. അക്ബർ സാഹിബിനെ ഞാൻ ഈ സംവാദത്തിന്റെ കാര്യത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറെ ആവശ്യമില്ലാത്ത പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് 5-6 കൊല്ലമായിട്ട് ഞാൻ ഇതിൽ നിന്ന് അല്പം മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞു എന്നോട്. അതായത് പ്രകോപനത്തെ നമ്മൾ സ്വാഗതം ചെയ്യില്ല. പ്രകോപനം ഉണ്ടെങ്കിൽ തൽക്കാലം നമ്മളൊന്ന് വിട്ടു നിൽക്കുക വരെ ചെയ്യും. അപ്പൊ പ്രകോപനം വെറുതെ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോ നമ്മുടെ ഈ സംവാദത്തിന്റെ രീതിശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്കും ഹോംവർക്ക് ചെയ്യാം. അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായമുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യാം. അല്ലാത്ത വിധത്തിൽ പോവുകയാണ്. ഏതായാലും ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല. ഏതായാലും ആ സംവാദം സൃഷ്ടിച്ച ഒരാത്മവിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട ഷമീം സാഹിബ് ഇപ്പോൾ പറയുകയുണ്ടായി, ഈ സംവാദത്തിൽ നമ്മൾ എന്തെല്ലാം വിഷയങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് സമൂഹത്തിൽ. ഇപ്പോൾ സംവാദത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, അതിന്റെ ദാർശനികതയെക്കുറിച്ചൊക്കെ ഉമരി സാഹിബൊക്കെ, ഷമീം സാഹിബൊക്കെ പറയണ കേൾക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും. കാരണം ഇത്ര ഡെപ്തിൽ അദ്ദേഹം പഠിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുറച്ച് ആളുകളിലേക്കാണ് സത്യത്തിൽ അതിന്റെ ഗുണം ചെല്ലുക. പക്ഷെ ഇവർ സമൂഹത്തിൽ സാധാരണക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഇപ്പൊ നമ്മളോട് സംബന്ധിച്ച് ജബ്ബാറോ അല്ലെങ്കിൽ ഇപ്പൊ കുറെ ലല്ലരാമണികളൊക്കെ ഉണ്ടല്ലോ രംഗത്തിറങ്ങിയിരിക്കുന്നത്, ഇവരൊക്കെ ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിറങ്ങി താഴെ വീഴുകയുള്ളൂ. അവരൊന്നും അത്തരം കാര്യങ്ങളെ ചിന്തയ്ക്കും ചർച്ചയ്ക്കൊന്നും അവർ കൊണ്ടുവരുന്നവരുമില്ല. അവര് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചുമ്മാ ഒരു തരം ചലപില വിളിച്ചു കൂവി ആളുകളിൽ സംശയം ജനിപ്പിക്കാൻ പറ്റുന്ന, പണ്ട് പഴകിപ്പതിഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആളുകൾ സംശയം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സംവാദത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, അത്തരം ചോദ്യങ്ങളെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട്, വളരെ ക്യാപ്സ്യൂൾ രൂപത്തിൽ, വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് മറുപടി പറയുന്ന വിധത്തിലുള്ള ചില സമഗ്രമായ ശൈലികൾ കൂടുതൽ ആവിഷ്കരിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇല്ല എന്നല്ല, വിസ്തരിച്ച് പറയുന്നത് ഒരു ചോദ്യത്തിന് 1 മിനിറ്റിന്റെ പോലും ആവശ്യം വരില്ല. പക്ഷെ അതിന് മറുപടി പറയാൻ ചിലപ്പോൾ 1 മണിക്കൂർ വേണ്ടി വന്നു വരും. ഇപ്പോൾ ഖുർആനിൽ ജബ്ബാർ ചോദിച്ചു എന്തെങ്കിലും എന്തുണ്ടോ ശാസ്ത്രീയത ഉണ്ടോ എന്ന്.
അക്ബർ സാഹിബ് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് 3/4 മണിക്കൂർ എടുക്കേണ്ടി വന്നു അല്ലേ? ഒരു ശാസ്ത്രീയതയെ വളരെ കൃത്യമായി എല്ലാത്തിൻ്റെ അകമ്പടിയോടുകൂടി സ്ഥാപിച്ചെടുക്കാൻ 3/4 മണിക്കൂർ എടുക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും 4 ചോദ്യങ്ങൾ ചോദിച്ച് അതിനകത്ത് ചിന്താക്കുഴപ്പം സൃഷ്ടിക്കാൻ ഈ കക്ഷിക്ക് ഇനി വീണ്ടും കഴിയും, വളരെ പെട്ടെന്ന് കഴിയും. പക്ഷെ യഥാർത്ഥത്തിൽ വളരെ എളുപ്പമുള്ള പണിയാണ് അപ്പുറത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ ഭാരിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവരുടെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നേരിട്ടിട്ട് അതിനെ അതേപടി മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ലോകത്തോട് പറയാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി തയ്യാറാക്കി അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ചോദ്യങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും, വെറുതെ പറഞ്ഞപ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിക്കപ്പെടുകയാണ്, അധിക്ഷേപിക്കപ്പെടുകയാണ്, സ്ത്രീ ലംബടനാണെന്ന് പറയപ്പെടുകയാണ്. അതൊന്നും അല്ലല്ലോ യഥാർത്ഥത്തിൽ സംവാദത്തിന്റെ വിഷയം. അല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പ്രവാചകൻ ഒരു ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതെങ്കിലും വീട്ടിൽ പോലും അംഗീകരിക്കുമോ? കാരണം ലഹരിക്കെതിരിൽ ഇന്നും കൃത്യമായ നിലപാട് പ്രവാചകന്റെ അനുയായികൾക്ക് 1500 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പോലും ഒരു മുസ്ലിം അഡ്രസ് ഉള്ള ഒരു മുസ്ലിം ഒരു കള്ളുഷാപ്പ് പോലും നടത്തൂല. അത് തന്നെ പ്രവാചകന്റെ ലഹരിയോടുള്ള സമീപനം എന്താണെന്നുള്ളതിന്റെ തെളിവല്ലേ? ഈ കഴിഞ്ഞ എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ലോകത്ത് ഏറ്റവും വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഇസ്ലാമിലെ ശിക്ഷാവിധികൾ കാടനാണ്, വ്യഭിചരിച്ചവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ മുസ്ലിം രാഷ്ട്രങ്ങൾ തയ്യാറാകുന്നു എന്നാണ്. നോക്കൂ, പ്രവാചകൻ സ്ത്രീലംബടനും വ്യഭിചാരിയാണെന്ന് ഒരു വശത്ത് പറയാം. എന്നിട്ട് ആ പ്രവാചകന്റെ അനുയായികൾ 1500 കൊല്ലം കഴിഞ്ഞിട്ട് മുസ്ലിം രാജ്യങ്ങളിൽ വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊള്ളുന്നു. എങ്ങനെ സാധിക്കുക? അതെങ്ങനെ സാധിക്കുക? ഏതെങ്കിലും ഒരു ലോജിക്കിൽ അംഗീകരിക്കപ്പെടുവോ? ആ പ്രവാചകന്റെ അനുയായികൾ 1500 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ മാത്രം ഗൗരവത്തോടുകൂടി ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ജനകോടികൾ ലോകത്തുണ്ടാകുന്നു. ഈ പ്രവാചകൻ എന്നിട്ട് വ്യഭിചാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഈ പ്രവാചകൻ എങ്ങനെയാ മദ്യപാനിയാണെന്ന് പറഞ്ഞാൽ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ ഒരു കള്ളുഷാപ്പ് നടത്താൻ കേരളത്തിൽ സമൂഹത്തിൽ പൊതുമേൽവിലാസമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം തയ്യാറാകാത്തെന്താ? അപ്പൊ തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിന്റെ നല്ല ലോകത്തിന്റെ മുഴുവൻ നിലപാടുകളിലും മദ്യത്തിനെതിരിൽ, അതുപോലെ തന്നെ ലഹരിക്കെതിരിൽ, സ്വവർഗരതിക്കെതിരിൽ, പലിശയ്ക്കെതിരിൽ, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ നിലപാട് വ്യത്യസ്തമാണെന്നുള്ളതിന് അനുഭവം സാക്ഷിയാണ്. അതിനൊക്കെ ഒരുപാട് ലോജിക്ക് പറഞ്ഞുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കപ്പെടേണ്ടത്. അള്ളാഹു ഉണ്ടോ എന്നുള്ള കാര്യത്തിന് നമ്മൾ യുക്തി കൊണ്ട് മാത്രം മറുപടി പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി അള്ളാഹു ഉണ്ടോ എന്ന് മനസ്സിലാക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ്? അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചാതീതമായ ഒരു ശക്തിയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സയന്റിഫിക്കായി അതിന് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ സയൻസ് ഈസ് ദി ഇന്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി അല്ലേ, എൻകംപാസിംഗ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദി ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് എന്നാണ് അതിന് നിർവചനം കൊടുത്തായിട്ട് ഞാനിപ്പോ വന്ന വഴിക്ക് നോട്ട് ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ ഈ പ്രകൃതിയിലെ യഥാർത്ഥത്തിൽ വ്യവസ്ഥിതികളെ പ്രായോഗികമായി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പ്രകൃതി പ്രതിഭാസങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് സയൻസ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ പ്രകൃതിയും പ്രകൃതിയിലെ ഈ പദാർത്ഥങ്ങളും കൺമുമ്പിലില്ലെങ്കിൽ സയൻസ് ഇല്ല. സത്യത്തിൽ ഇതിനപ്പുറത്തുള്ള പ്രകൃതി ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായത്. അതിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സയൻസ് ഉപയോഗിച്ച് ഇതിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇത് ഭരിക്കുന്ന, ഇത് ഉണ്ടാക്കിയവനെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിന്റെ സമീപന ശാസ്ത്രം തന്നെ തെറ്റാണല്ലോ. കാരണം പ്രകൃതി പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിക്ക് അതീതമായ ഒന്നിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതന്നെ ശരിയല്ല. ഇപ്പൊ ഒരു സാധനത്തെ, ഒരു വിഷയത്തെ അറിയണമെങ്കിൽ കാണേണ്ട ഒരു സംഗതിയെ കണ്ണുകൊണ്ട് നോക്കണം. ചെവി കൊണ്ട് നോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാഴ്ച എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണ്ണുകൊണ്ട് നോക്കി തന്നെ കാണേണ്ടത് കണ്ണുകൊണ്ട് നോക്കണം. ചെവിക്ക് കണ്ണിന്റെ ദൗത്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനെയും പഠന വിഷയമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്താമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് അതീതമായി നിൽക്കുന്ന അള്ളാഹുവിനെ ശാസ്ത്രത്തിന്റെ ഒരു വിഷയം പോലുമല്ലത്, ശാസ്ത്രത്തിന്റെ പഠന വിഷയം പോലുമല്ല അള്ളാഹു. കാരണം പ്രകൃതി വസ്തുക്കൾ മുമ്പിൽ വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അത് സയൻസായി മാറുന്നുള്ളൂ. അള്ളാഹുവോ അതുപോലെ തന്നെ മെറ്റാഫിസിക്കായിട്ടുള്ള ഒരു സംഗതിയോ ഫിസിക്കലായിട്ടുള്ള ഒരു സംഗതിയോ സയൻസിന്റെ പഠന വിഷയം പോലുമല്ല. എന്നിരിക്കെ അള്ളാഹുവിനെ സയൻസ് വെച്ച് പഠിക്കാൻ മെനക്കെടുന്നത് തന്നെ അബദ്ധമാണ്. അള്ളാഹു എന്ന് പറയുന്ന വസ്തു സയൻസിന്റെ മുമ്പിൽ ലബോറട്ടറി കിട്ടിയെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ലബോറട്ടറി കിട്ടുന്ന എന്തെങ്കിലും ഫാക്ടറികൾ അള്ളാഹുവിനുണ്ടെന്ന് ആരെങ്കിലും മതം പറഞ്ഞിട്ടുണ്ടോ?
ദൈവത്തിന്റെ വക്താക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഇവർ അവകാശപ്പെട്ടിട്ടുണ്ടോ? ഇവനെങ്ങനെ സയൻസ്? അപ്പൊ സയൻസ് ഒരു മേഖല വേറെ, അതുപോലെ തന്നെ മതത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ മേഖല ഒന്ന് വേറെ തന്നെയാണ്. അതായത് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലും ആകാശത്തൂടെ സഞ്ചരിക്കുന്ന വിമാനവും തമ്മിൽ കൂട്ടിമുട്ടൂല, അവിടെ ഒരു കൂട്ടിയിടി ഉണ്ടാവില്ല എന്ന വിധത്തിൽ തന്നെ വ്യത്യസ്തമായ മേഖലകളെ എടുത്തു വെച്ചുകൊണ്ടാണ് സയൻസിൽ തെളിയിക്കപ്പെടാത്തതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്നത്. സയൻസിൽ ദൈവം വരുന്നില്ല, ഇനി വരണം. എപ്പോഴെങ്കിലും ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം, എക്സിസ്റ്റൻസിന്റെ എന്തെങ്കിലും തെളിവുകൾ സയൻസിന്റെ മുമ്പിൽ കിട്ടിയിട്ട് അത് വെച്ച് സയൻസ് പഠിച്ചു തുടങ്ങുമ്പോൾ സയൻസിന്റെ ഒരു പ്രശ്നമായി പോലും അത് വരുന്നുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യത്തെ കൂടി നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കണം. എന്നോട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ അവൻ ഒരുപാട് സംശയാവസ്ഥ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോയി കൗൺസിലിംഗ് ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ വന്ന കൂട്ടത്തിൽ അവന് 2 മണിക്കൂറോളം ഇരുന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ എന്തെങ്കിലും, ഞാൻ ആദ്യം പോലെ അവസാനം വരെ വായിക്കാൻ ശ്രമിച്ചു, ഖുർആനിൽ എന്തെങ്കിലും ദൃഷ്ടാന്തം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാമായിരുന്നു. ഖുർആനിൽ വളരെ സയന്റിഫിക്കായി പ്രൂവ് ചെയ്യപ്പെട്ട എന്തെങ്കിലും ഒരു മിറക്കിൾ, ഒരു ദൃഷ്ടാന്തം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഞാൻ നോക്കിയിട്ട് അത് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഖുർആനിൽ അതില്ല എങ്കിൽ പിന്നെ ഞാൻ ഇതിനെ മാർഗദർശനത്തിന്റെ ഗ്രന്ഥമാക്കണം? ഖുർആനിൽ ഉണ്ടെങ്കിൽ ഖുർആനി വേണ്ടെന്നാണ്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാം ഖുർആനിലുണ്ട് എന്നാണ് ആദ്യം ഇവർ പറഞ്ഞു വെക്കുന്നത്. വ്യക്തിവാദികൾ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഗതിയുണ്ട്. എല്ലാം ഖുർആനിലുണ്ടെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ലോകത്തുള്ളത് മുഴുവൻ നോക്കുമ്പോൾ ഖുർആനിൽ കാണണം. സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതി ഖുർആനിലുണ്ടോ? അങ്ങനെ ഖുർആനിലില്ല. അതുകൊണ്ട് ഈ ഖുർആൻ ലോകത്തിന് മാർഗദർശനത്തിന് ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറേ ചോദ്യങ്ങൾ, ഒരു 10-15 ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ അവനൊരു തർക്കശാസ്ത്രക്കാരനായിരുന്നില്ല. അവൻ ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തൃപ്തിയോടുകൂടിയാണ് മടങ്ങി. അവൻ്റെ മാതാപിതാക്കളോടുകൂടിയാണ് വന്നത്. വളരെ സംതൃപ്തിയോടുകൂടി അവൻ മടങ്ങിപ്പോയെന്നുള്ളതാണ്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഖുർആൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആകത്തുകയല്ല. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് 4 പ്രമാണങ്ങൾ ഇസ്ലാമിലുണ്ട്. അതിനെ 4-1 ആരാണ്? ഇസ്ലാമോ മുസ്ലിങ്ങളോ അല്ലല്ലോ. നിന്നെ തെറ്റിദ്ധരിപ്പിച്ച ആളുകളാണ്. ഖുർആൻ മാത്രം എന്ന് പറഞ്ഞാൽ 4-1 ഖുർആനാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഖുർആനിലെ ദൃഷ്ടാന്തങ്ങൾ, സൂചനകൾ, അതിന്റെ വിശദാംശങ്ങൾ ഹദീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിൽ ചിലത് കാണാൻ കഴിയാത്തതുണ്ട്. അത് മനസ്സിലാക്കാൻ ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഖിയാസ് ചെയ്ത് ഇമാമുമാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലോകം പൊതുവായി സംബന്ധിച്ച ഇജ്മാ ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന ഇസ്ലാമിൽ നീ പറഞ്ഞ കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ ഉണ്ടോ, ഗൈഡൻസ് ഉണ്ടോ എന്ന് നീ ആലോചിക്കണം. അവിടെ തീർച്ചയായിട്ടും നിനക്കത് കാണാൻ കഴിയും എന്ന് ഞാൻ അവനോട് പറയുകയുണ്ടായി. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ എന്ന് മാത്രമല്ല, ഭൗതികമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട്. ബർമുഡ ട്രയാങ്കിൾ ഒരു ഫാക്ടറായിട്ട് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഇന്നും ലോകത്തിന് അതിന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് വിശദീകരിക്കാൻ ഇത്രയും വളർന്ന സയൻസിന് ആകാശത്തേക്ക് പോകണ്ട, സോളാർ സിസ്റ്റത്തിന്റെ മുകളിലേക്കും പോകണ്ട, ഗാലക്സികളും കടന്നു പോകണ്ട, പ്രപഞ്ചം കടന്നു ഒന്നും പോകണ്ട, അവിടെയുള്ള സാധനം ഇല്ലെന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. ബർമുഡ ട്രയാങ്കിളില് വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നത്, അതുപോലെ തന്നെ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസത്തിന്റെ പിന്നുള്ള രഹസ്യം എന്താണെന്ന് ഇത്രമായി സയന്റിഫിക് ആയിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ സാഹിബ്? ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് താനും. അതുപോലെ തന്നെ പറക്കും തളികകൾക്ക് ഇംഗ്ലീഷിൽ അതിന് പ്രത്യേക ഒരു ഇതുണ്ട്, നോൺ ഐഡന്റിഫൈഡ് ഒബ്ജക്ട്സ് എന്ന് മറ്റോ പറഞ്ഞിട്ട്. ആ സാധനം എന്താണ് അതിന്റെ പിന്നിൽ, അത് യാഥാർത്ഥ്യമായി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വിശദീകരണക്ഷമമല്ലാത്ത പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ തന്നെ കൺമുമ്പിൽ ധാരാളം ഇരിക്കെ വിശദീകരണമോ പഠനത്തിന് പോലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത അള്ളാഹുവിനെ ലാബിൽ തെളിയിക്കണമെന്ന് പറയുന്ന മണ്ടൻ യുക്തിയുടെ അന്തസ്സാര ശൂന്യതയെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിച്ചുകൊണ്ട് വേണം. എന്ന് മാത്രമല്ല, ഒരു കാര്യം ഉണ്ടോ, അള്ളാഹുവിന്റെ ആ സാന്നിധ്യത്തിന്റെ അടയാളം, അതെപ്പോഴാ ബോധ്യപ്പെടുക? ഒരാൾക്ക്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരാളുടെ ചോദ്യത്തിന്, കച്ചവടം ചെയ്താൽ ലാഭമുണ്ട്, ഇതൊരു സത്യമാണ് സാധാരണഗതിയിൽ. പക്ഷേ ഒരാൾ കച്ചവടം ചെയ്താൽ ലാഭമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കണമെങ്കിൽ, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു തത്വത്തിൽ, പക്ഷേ എനിക്ക് ലാഭം ഇതുവരെ കിട്ടിയിട്ടില്ല. അയാൾ പറയാം, കച്ചവടം ചെയ്താൽ ലാഭമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു, എനിക്ക് 10 പൈസ ലാഭം കിട്ടിയിട്ടില്ല. ഞാൻ സമ്മതിച്ചല്ലോ, ഞാനത് വിശ്വസിച്ചല്ലോ. എന്താ കിട്ടാത്ത എനിക്ക് ലാഭം? ഇവിടെ കച്ചവടം ചെയ്ത ലാഭം ഉണ്ടെന്ന് നീ അംഗീകരിച്ചിട്ട് അംഗീകരിച്ചതനുസരിച്ച് നീ ഒരു കട തുറക്കണം, ഒരു ഷട്ടറെങ്കിലും എടുക്കണം, എന്നിട്ട് ഇതിൽ കമ്മോഡിറ്റീസ് വാങ്ങിച്ചു വെക്കണം, നീ എന്നിട്ട് ഒരു ചെയർ ഇട്ടിട്ട് ഇരിക്കണം, തുറന്നു വെച്ച് സാധനങ്ങൾ വരുന്ന ആളുകൾക്ക് കൊടുക്കണം, കൊടുത്തിട്ട് നീ കച്ചവടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് ലാഭം കിട്ടുന്നത്. ഇതൊന്നും ചെയ്യാൻ തയ്യാറില്ല. കച്ചവടം ലാഭമുള്ളതാണെന്ന് ഞാൻ അംഗീകരിച്ചു, പക്ഷെ എനിക്ക് 10 പൈസ ലാഭം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് ഞാൻ അംഗീകരിച്ചു, പക്ഷെ ദൈവം ഉണ്ടെന്നുള്ളതിന്റെ അടയാളങ്ങളൊന്നും ഞാൻ കാണുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം ഉണ്ടെന്ന് അംഗീകരിച്ചിട്ട് ആ ദൈവത്തിന്റെ
ഇടപെടലുകളുടെ തെളിവുകൾ നിനക്കുണ്ടാകുന്നതിന് അനിവാര്യമായി നീ അനുഷ്ഠിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങളിലൂടെ നിന്റെ ജീവിതത്തെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ള അനുഭവ യാഥാർത്ഥ്യവും കൂടെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ദൈവം. വെറും യുക്തിയിൽ മാത്രം ബോധ്യപ്പെടുന്ന ഒരു സംഗതിയല്ല. ദൈവം അള്ളാഹു ഒരു അനുഭവമാണ്. എത്രയോ ആളുകൾക്ക്, ലോകത്ത് എത്രയോ ആളുകൾ എന്റെ കാര്യങ്ങൾ എങ്ങനെ നടന്നു എന്ന് പടച്ചതമ്പുരാന് മാത്രമേ അറിയുള്ളൂ. മോളുടെ കല്യാണം നടക്കാത്തിനൊരുങ്ങുമ്പോൾ കൈ കാശൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എങ്ങനെ നടന്നു പോയെന്ന് ഇപ്പോഴും എനിക്ക് പോലും അറിയില്ല. വീട് പണി തുടങ്ങിയത് അപ്പൊ അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ, അതിനനുരോധമായി പ്രവർത്തിക്കുകയൂടി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടലുകളുടെ അടയാളങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. ഇതിനൊന്നും തയ്യാറുള്ള ഒരുത്തൻ ഞാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ട് കാട്ടിത്തന്നാൽ ദൈവം ഉണ്ടെന്ന് ഞാൻ അംഗീകരിച്ചേക്കാം എന്ന് പറയുന്നത്, കച്ചവടത്തിന് ലാഭം ഉണ്ടെന്ന് അംഗീകരിക്കണമെങ്കിൽ ലാഭം വന്നു തുടങ്ങുമ്പോൾ ഞാൻ അംഗീകരിക്കാമെന്ന് പറയുന്നത് പോലെ ബാലിശമാണ്. ഇതുപോലുള്ള അന്തസാരശൂന്യമായ കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾക്കിടയിൽ സൃഷ്ടിച്ച് വലിച്ചെറിഞ്ഞു കൊടുത്ത് ചിന്താക്കുഴപ്പം സൃഷ്ടിച്ച് നമ്മുടെ ധാരാളം കുട്ടികളെ, ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, ധാരാളം ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോ പറഞ്ഞില്ലേ ദൈവം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയൊന്നുമില്ല ഇപ്പൊ ആർക്കും പ്രശ്നം. പ്രവാചകൻ വേണോ എന്നുള്ളതല്ല, പരലോകം യാഥാർത്ഥ്യമാണോ, അതൊക്കെയാണെങ്കിൽ നമുക്ക് ദാർശനികമായി ചർച്ച ചെയ്യാൻ വളരെ രസമുള്ള സംഗതികളാണ്. ഇപ്പൊ എന്താ പറയുന്നത്, പ്രവാചകൻ കള്ളുകൂടിയാനായിരുന്നു അങ്ങ് പറഞ്ഞേക്കുക, പ്രവാചകൻ പെണ്ണുപിടിയനായിരുന്നു അങ്ങ് പറഞ്ഞേക്കുക. പിന്നെ നമ്മൾ രോഷം കൊള്ളിക്കുകയാണ്, വെറി പിടിപ്പിക്കുകയാണ്. അത്തരം പ്രകോപനങ്ങളിൽ നമ്മൾ വീണു പോകാതെ നമ്മൾ വളരെ കൃത്യമായി ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഓരോന്നും ലോജിക്കോടുകൂടിയേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോ ഈ പരലോകത്തൊരു ജീവിതമുണ്ടെന്നും ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ളതിന് തെളിവ് അല്ലാഹുത്താല പറയുമ്പോൾ അള്ളാഹു ലോജിക്ക് പറയാതിരിക്കുന്നില്ല. ആയത്തുള്ളഹുൽ ചത്ത് കിടക്കുന്ന ഭൂമി അഹിയൈനാഹ, നാം പിന്നെ അതിനെ ജീവിപ്പിക്കുന്നു, എന്നിട്ട് നാം അതിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിക്കുന്നു. ഇതുപോലെ ഈ പ്രകൃതിയിലെ ചത്ത് ചത്ത് മലച്ച് കത്തിപ്പഴുത്ത് കിടക്കുന്ന ജീവന്റെ നാമ്പുകളില്ലാത്ത ഭൂമിയിൽ ഒരു മഴ പെയ്തിറങ്ങി അതിൽ നിന്നും വീണ്ടും ജീവന്റെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്നത് എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് പുനർജന്മം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കുണ്ട്. അത് പഠിക്കപ്പെടേണ്ട ഒരു ചിന്താ വിഷയമാണ്, ദൃഷ്ടാന്തമാണ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ദൃഷ്ടാന്തം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, പിന്നെ തലച്ചോറും ബുദ്ധിയും തരേണ്ട കാര്യമില്ല. ബുദ്ധി ഉപയോഗിക്കാത്തവന് നരകമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സൂചനകൾ, ഖുർആന്റെ ദൃഷ്ടാന്തങ്ങൾ, ഖുർആൻ സൂചനകൾ തരും. ഒട്ടകത്തെ കണ്ടില്ലേ അതിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന്. ഒട്ടകത്തെ പഠിക്കാൻ നിനക്ക് തലച്ചോറ് വന്നല്ലോ, നമ്മൾ പഠിച്ചല്ലോ, പലതും കണ്ടെത്തിയല്ലോ. അപ്പൊ മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലേ ആസൂത്രണമുണ്ടെങ്കിൽ, ഞാൻ ഈ ഇപ്പൊ വന്നപ്പോൾ വായനയിൽ വന്നതാണ്, പ്രഗത്ഭനായ നോബൽ സമ്മാന ജേതാവായ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ കുറിച്ചു വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നാസ്തികനായി 50 വർഷക്കാലത്തോളം ചെലവഴിച്ചയാളാം, പക്ഷെ ഞാൻ മടങ്ങിയെത്തി. കാരണം വ്യവസ്ഥിതിയുണ്ട്, വളരെ മനോഹരമായി ചുരുട്ടി വെക്കപ്പെട്ട ഒരു പ്രപഞ്ചത്തിന്റെ ചുരുളുകൾ എഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു പ്രപഞ്ചത്തിൽ കാണുന്ന ആസൂത്രണം കൂടെ പ്ലാനിംഗ് ഉണ്ട്. പ്ലാനിംഗ് ഉണ്ട്, പ്ലാനർ ഉണ്ടാകണമല്ലോ, ഇല്ലേ? വിഷ്ണുമുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ബുദ്ധിശക്തി വേണമല്ലോ. ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമാൻ വേണം. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇല്ലാതെ ഇത് സംഭവിക്കില്ല. അപ്പൊ ആസൂത്രിതമായി വ്യവസ്ഥാപിതമായി നടക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ആസൂത്രണം വേണം. ഇവിടെ റോഡും പാലങ്ങളും ആസൂത്രണ കമ്മീഷന്റെ കീഴിൽ കേരളത്തിൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വർക്കൊക്കെ ഓക്കെയാണ്, പക്ഷേ അതിന്റെ പിന്നിൽ ആസൂത്രണമില്ല, പ്ലാനിംഗ് ബോർഡില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ഈ നേരത്തെ പറയുകയുണ്ടായി, എല്ലാം പരിണാമ പ്രക്രിയയിലൂടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. പരിണാമം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഷമീം സാഹിബ്, ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക് എവല്യൂഷനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലയിൽ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ പരിണാമത്തിന് ഒരു തർക്കവുമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തന്നെ പരിണാമമാ. ലോകത്തെ പരിണാമത്തിലൂടെ നിയന്ത്രിക്കുന്ന റബ്ബെന്ന് പറഞ്ഞാൽ എന്താ? തർബിയത്തു ഷൈഇ ഇലാ കമാലിഹി ഷൈഅൻ ഫശൈഅ എന്നാണ്. ഒരു സാധനത്തെ അതിന്റെ ഏറ്റവും പ്രഥമമായ, അതിന്റെ ഏറ്റവും ശുഷ്കമായ ദശയിൽ നിന്ന് കുറേശ്ശെയായി പരിണമിപ്പിച്ച് അതിന്റെ പൂർണ്ണാസ്തിത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നവനെന്നാണ് റബ്ബെന്ന് പറഞ്ഞാൽ. ഇസ്ലാമില് തീർച്ചയായിട്ടും പരിണാമമുണ്ട്. ഒരു കുഞ്ഞിന്റെ വളർച്ചയും പുരോഗതിയും അതിന്റെ കരുത്താർജിക്കലും ഒരു ചെടിയുടേത് എല്ലാം പരിണാമമാണ്. പക്ഷെ പരിണാമത്തിന്റെ പിന്നിൽ പരിണാമം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയില്ലെന്ന് പറയുന്നതിനെ മാത്രമേ ഇസ്ലാം നിരാകരിക്കുന്നുള്ളൂ. പിന്നിൽ ഒന്നുമില്ലാത്ത
ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, ബിഗ് ബാങ് ഉണ്ടായെന്ന് പറയുന്നു. പക്ഷെ ബിഗ് ബാങ്ങിന്റെ പിന്നിൽ പൊട്ടിത്തെറിക്ക് നിധിത്തമായ ഒരു വ്യക്തി, ഗ്രൗണ്ട് ഡിസൈനർ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ലെന്നുള്ളത്. ഇസ്ലാം മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, അത് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞല്ലോ. ബിഗ് ബാങ് തിയറിയെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞതല്ലേ. ബിഗ് ബാങ് തിയറിയെ വിശകലനം ചെയ്ത് പറഞ്ഞു, നല്ലൊരു തിയറിയാണിത്, പ്രപഞ്ചോൽപത്തിയുടെ ഏറ്റവും മികച്ച സിദ്ധാന്തമാണിത്. പക്ഷേ ഇതിന്റെ പിന്നിൽ ഗ്രൗണ്ട് ഡിസൈനർ ഇല്ല എന്ന ഒരു കുറവുണ്ട് എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമായിരുന്നു എന്ന് അദ്ദേഹം മരിച്ചപ്പോൾ നമ്മുടെ സി രാധാകൃഷ്ണൻ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രത്യേകം വളരെ പച്ചമലയാളത്തിൽ ഞാൻ വായിച്ചതാ. അപ്പൊ ഇതിന്റെ പിന്നിൽ, ഈ ആസൂത്രണത്തിന്റെ പിന്നിൽ ഒരു ശക്തിയില്ല, എല്ലാം താനെ ഉണ്ടായെന്ന് പറഞ്ഞാല് ഇപ്പൊ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, കാറ് താനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാറ് അത് വളയുന്നത് ഒരു സ്റ്റിയറിങ് അത് പ്രവർത്തിക്കുന്നതിന്റെ പേരിലാണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ പറയുന്നത് എന്താണ്? സംഗതി കണ്ടുപിടിക്കപ്പെട്ടാൽ അതെല്ലാം അപ്പോൾ അങ്ങ് ഉണ്ടായതല്ലല്ലോ. ഉണ്മ എന്ന് പറയുന്നത് പ്രാചീനമാണ്, അതോടൊപ്പം തന്നെ അതിന്റെ പ്രാപ്തി എന്ന് പറയുന്നത് നവീനമാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കണ്ടുപിടിക്കപ്പെടുന്നതോടുകൂടി ഒരു സാധനം ഉണ്ടാകുന്നില്ല. ഇവിടെ ഉള്ള സാധനത്തെ കണ്ടുപിടിക്കുന്നതോടുകൂടി, ഒരു മനുഷ്യൻ കാണാതിരുന്ന ഒരു ഉള്ള സാധനത്തെ കണ്ടുപിടിക്കുന്നതോടുകൂടി അല്ല കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു ഇതിങ്ങനെയാണെന്ന്, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരുമില്ല എന്ന് പറയുന്ന തരം വെറും മണ്ടത്തരമാണ്. കണ്ടുപിടിച്ചു. ഇപ്പോ നോക്കൂ, കണ്ടുപിടിക്കാതിരുന്നാൽ അപ്പൊ കുഴപ്പമില്ല, കണ്ടുപിടിക്കുന്നതോടുകൂടി ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഉണരേണ്ടത്. അതല്ല സംഭവിക്കുക. ഇപ്പൊ റിമോട്ട് കാറുകൾ ഇനി വരും. ഇപ്പൊ തന്നെ ഡ്രോൺ വിമാനങ്ങൾ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തിക്കുന്ന വശം, ആ വിമാനത്തിന്റെ പ്രവർത്തന വശം, അതിന്റെ എഞ്ചിൻ, അതിന്റെ എല്ലാ വർക്കുകളും ഒരാൾ കണ്ടുപിടിച്ചിട്ട് പറയുകയാണ് ഇത് താനെ ഉണ്ടായതാണെന്ന്. കാരണം അതിന്റെ പിന്നിൽ ഒരാളെ കാണുന്നില്ല. മനസ്സിലായില്ലേ? ഒരാളെ കാണുന്നില്ല. എന്താ ചെയ്യാ? ഒരാളെ കാണുന്നില്ല, റിമോട്ടാണ്, പുറത്താണ്, ആളില്ലാത്ത വിമാനങ്ങൾ, ആളില്ലാത്ത വാഹനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാലം ഇനി വളരെ സമീപകാലത്ത് വരും. കാണുന്നു, പക്ഷെ അവിടെ ഒരു വ്യക്തിയില്ല, ഒരു ഡ്രൈവർ അതിന്റെ ഡ്രൈവർ സീറ്റിലില്ല. അപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ചു ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെ ഒക്കെയാണ് എന്ന്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരുമില്ല എന്ന് പറയുന്നത്ര ബുദ്ധിപരമായ മികവ് മാത്രമേ ഇതെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് ഇതിന്റെ പിന്നിൽ ഒന്നുമില്ല എന്ന് പറയുന്നതിനുള്ളൂ എന്നതടക്കമുള്ള വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ ഇതിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഷമീം സാഹിബിനോട് പറയുകയുണ്ടായി, വളരെ വളരെ ലളിതമായ നിലയിൽ നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള, കാരണം ബുദ്ധിപരമായി സംസാരിക്കാൻ കൊള്ളാവുന്ന ആളുകളൊന്നും അല്ല ഇപ്പോഴത്തെ പുതിയ സംവാദത്തിന്റെ ലോകത്ത് നമ്മുടെ മുമ്പിൽ നിരന്നു നിൽക്കുന്നത്. അതുകൊണ്ട് അവർ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെ ലളിതമായി മനസ്സിലാകുന്ന വിധത്തിലുള്ള ഉത്തരങ്ങൾ ക്രോഡീകരിക്കുന്നതിലാണ് നമ്മൾ കൂടുതൽ ജാഗ്രത ആക്കേണ്ടത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് ആ ആശയവും കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷമുണ്ട്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ കണ്ടു. ഇസ്ലാമിക സമൂഹം ഏതാണ്ട് 25,000 പേരോ മറ്റോ കണ്ടപ്പോൾ 1.5 ലക്ഷം ആളുകൾ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ അപ്പുറത്ത് കണ്ടുവെന്നാണ് പറയപ്പെട്ടത്. അത്രമാത്രം കൗതുകത്തോടുകൂടി ഇസ്ലാമിന്റെ അതിജീവന ശേഷി ഒന്ന് തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്രമേൽ കൗതുകത്തോട്, ഇസ്ലാമിക സമൂഹത്തെക്കാൾ കൂടുതൽ 6 ഇരട്ടി കൗതുകത്തോടുകൂടി വീക്ഷിക്കപ്പെട്ട, പിന്നെ ദശലക്ഷങ്ങൾ വീക്ഷിക്കുകയും മറ്റും ചെയ്ത ഒരു സംവാദത്തിന് തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിൽ ബുദ്ധിമണ്ഡലത്തിൽ ചെലുത്താൻ കഴിഞ്ഞ അതിശക്തമായ സ്വാധീനം കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഒരു ആത്മവിശ്വാസമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. ഈ പ്രക്രിയ നമ്മൾ കൂടുതൽ തേച്ചു മിനുക്കി, കൂടുതൽ ഹോംവർക്ക് ചെയ്ത്, കൂടുതൽ കോംപ്രിഹെൻസീവായിട്ട് സമഗ്രമാക്കി തീർത്തുകൊണ്ട് നമ്മൾ ഈ പ്രക്രിയകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇത് സ്നേഹ സംവാദമാണെന്നുള്ള ബോധ്യത്തിനെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് സ്നേഹവിരുദ്ധമായ ഒരു വാക്കും ഒരു ശൈലിയും നമ്മളിൽ നിന്ന് വരികയില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതിനെ നമുക്ക് മികവുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനുവേണ്ടിയിട്ടുള്ള ഒന്നിച്ചിരിപ്പായി ഈ സംഗമവും കൂടി മാറട്ടെ. നമുക്ക് ധീരമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് യുവതയ്ക്ക് ഇത് വലിയ പ്രചോദനമായി മാറിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ അക്ബർ സാഹിബ്, അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഷമീം സാഹിബും ഈ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധകനും സംവാദകനുമാണ്. അദ്ദേഹം കൂടുതൽ ബൗദ്ധികമായ ലെവലിൽ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ശൈലിയുണ്ട്. ഇവിടെ നമ്മുടെ ധാരാളം പ്രബോധകന്മാർക്ക് പ്രചോദനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും കൂടുതൽ പ്രബോധന ശേഷിയും ക്ഷമതയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംഗമം ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പ്രേരണയായി അള്ളാഹു
കബൂലാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.